പോൾ. ഞാൻ എൻ്റെ വൈഫ് സൗമ്യ. എനിക്ക് 4 പിള്ളേർ. മിഖാൽ, റഫാൽ, ഗബ്രിയൽ, ഏഞ്ചൽ, മരിയ. ഞാൻ ബാംഗ്ലൂരിൽ ഒരു സൊസൈറ്റി ജനറൽ എന്ന് പറഞ്ഞ ഫ്രഞ്ച് ബാങ്കിൽ ഒരു പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട് കോട്ടയത്താണ്. ഞങ്ങൾ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. ഞാൻ ഇന്ത്യയുടെ നാഷണൽ പ്രോ ലൈഫ് ടീമിൻ്റെ മെമ്പറാണ്. ഓക്കെ, അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. GCC ഇന്ത്യയുടെ നാഷണൽ പ്രോ ലൈഫ് ടീം. ഓക്കെ, അപ്പം എന്താണ് പ്രോ ലൈഫ്? ചെറിഷ്, പ്രൊമോട്ട്, പ്രൊട്ടക്ട് ലൈഫ് ടു ഇറ്റ്സ് ഫുൾനെസ്. അപ്പം പ്രൊട്ടക്ട് ലൈഫ് ഫ്രം ദ ഇപ്പം എപ്പോഴാണ് ജീവൻ ഉത്ഭവിക്കുന്നത്? ഞാൻ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ വെൻ ഡസ് ലൈഫ് ബിഗിൻ? പിന്നെ ചോദിക്കണമെന്ന് ചോദിച്ചാണ്. അപ്പം എപ്പോഴാണ് ജീവൻ ഉത്ഭവിക്കുന്നത്? ആർക്കെങ്കിലും ഉത്തരം പറയാം? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയുകയോ ചാറ്റിലൂടെ എന്ത് വേണം ചെയ്യാം. വെൻ ഡസ് ലൈഫ് ബിഗിൻ? At the time of fertilization. At the Okay. time of fertilization. ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ. കറക്റ്റ്, ശരിയാണ്. താങ്ക് യു. അപ്പം ഫെർട്ടിലൈസേഷൻ നമ്മൾ അറ്റ് ദ മൊമെന്റ് ഓഫ് കൺസെപ്ഷൻ എന്ന് പറയും. അറ്റ് ദ മൊമെന്റ് ഓഫ് കൺസെപ്ഷൻ. അപ്പൊ ഈ കൺസെപ്ഷൻ ഫെർട്ടിലൈസേഷൻ നമ്മൾ വ്യത്യാസം തന്നെ? പെട്ടെന്ന് സമയമില്ല. ഓക്കെ, സമയമില്ല, ഞാൻ തന്നെ പറയാം. കൺസെപ്ഷൻ എന്ന് പറഞ്ഞത് അവിടെ ഒരു സോളിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. എൻട്രി ഓഫ് എ സോൾ ഹാപ്പൻസ്. ഫെർട്ടിലൈസേഷൻ ഇസ് എ ബയോളജിക്കൽ പ്രോസസ്. ഓഫ് ഫ്യൂസേഴ്സ് സൈഗോട്ട് ഉണ്ടാകുന്നു. കൺസെപ്ഷൻ അത് തന്നെ, പക്ഷേ അവിടെ സോളിന് എൻട്രി ഉണ്ട്. അപ്പൊ തിയോളജിക്കലായിട്ട് നമ്മൾ കൺസെപ്ഷൻ എന്ന് പറയും. Okay, that's the difference between conception and fertilization. So from the moment of conception till natural death, ഒരു ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്തും പ്രോ ലൈഫ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ലോകത്തുള്ള എന്തിനാണ് ഈ പ്രോ ലൈഫ് ഇൻഡസ്ട്രിയുടെ ഒരു ആവശ്യകത? നമ്മുടെ ഈ ഒരു സമയത്ത് ലോകത്ത് പല ജീവനെതിരെയുള്ള പ്രവണതകൾ ലോകത്ത് വളരെ നോർമലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 5 കാര്യങ്ങൾ പറയാമോ? ഒരു 5 എണ്ണം. കുറെ എണ്ണം, 5 എണ്ണം പറഞ്ഞാൽ മതി. അബോർഷൻ. ഓക്കെ, പിന്നെ Contraception. വെരി ഗുഡ്. ഓക്കെ, പിന്നെ യൂത്തനേഷ്യ. വെരി ഗുഡ്, കറക്റ്റ്. യെസ്. പിന്നെ സൂയിസൈഡ്. യെസ്. ഓക്കെ, അപ്പൊ ശരിയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് പോവാം. അപ്പം IVF ഒരു കൾച്ചർ ഫുഡത്താന്ന് നിങ്ങൾക്ക് അറിയാവോ? ടെസ്റ്റ് ട്യൂബ് ബേബീസ് കേട്ടിട്ടുണ്ടോ? IVF ചെയ്യുന്നത് മാരകപാപമാണ്. കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ പോണോഗ്രഫി. അപ്പൊ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിനെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു മാരകപാപമാണ് പോണോഗ്രഫി. ഓക്കെ, അതിൽ നമ്മൾ ടീൻസ് ഉള്ളവരുണ്ടാകാം, യൂത്ത് ഉണ്ടാകാം, ലേ ആൾക്കാരുണ്ടാകാം, ലീഡേഴ്സ് ഉണ്ടാകാം, ഒക്കെ വളരെ സ്ട്രോങ് മിഷണറീസ് ഉണ്ടാകാം. പോണോഗ്രഫിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഓക്കെ, എന്നാ ഏജ് ബാരിയർ ഇല്ലാതെ. ഓക്കെ, മോസ്റ്റ്ലി ആണുങ്ങൾ, എന്നാലും പിന്നെ എക്സ്റ്റെൻഡ് കുറച്ച് പെണ്ണുങ്ങളുടെ ഇടയിലും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കൾച്ചർ ഓഫ് ഡെത്ത് കാണാം. ഇപ്പോൾ ഹോമോസെക്ഷൽ റിലേഷൻഷിപ്സ്, LGBTQ, സെക്സ് ബിഫോർ മാരേജ്, കോൺട്രസെപ്ഷൻ, ഓക്കെ, അബോർഷൻ, സ്റ്റെറിലൈസേഷൻ, വന്ധീകരണം ചെയ്യുക, അബോർഷൻ, മാസ്റ്റർബേഷൻ, സ്വയംഭോഗം ചെയ്യുക, അഡിക്ഷൻസ്, അഡൽട്ടറി, അതായത് സെക്സ് ഔട്ട്സൈഡ് ഓഫ് മാരേജ്, യൂത്തനേഷ്യ, അതായത് മെർസി കില്ലിംഗ്, പിന്നെ IVF. ഓക്കെ, അപ്പൊ ആരാണ് നമ്മുടെ ലോകത്ത് മോറൽസും വാല്യൂസും ഡിഫൈൻ ചെയ്യുന്നത്? ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബേസ് ഉണ്ടാക്കും. നമ്മളിപ്പം മൃഗങ്ങൾ എങ്ങനെ റോട്ടിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മൃഗങ്ങളെ പരിപാലിക്കണം, നമ്മുടെ അഡൽട്സ് ഹ്യൂമൻ ബീങ്സ് തീരുമാനിക്കുന്നു. ബിക്കോസ് നമുക്ക് കുറച്ചും കൂടെ ലോജിക്കൽ റീസണിങ് ഉണ്ട്. ഇപ്പൊ കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ കുട്ടികൾ എങ്ങനെ പെരുമാറണമെന്ന് ആര് തീരുമാനിച്ചു? അഡൽട്സ് ഹ്യൂമൻ ബീങ്സ്, നമ്മുടെ മാതാപിതാക്കൾ തീരുമാനിച്ചു. കാരണം നമുക്ക് കുറച്ചുകൂടെ മെച്യൂരിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ അഡൽട്സ് ആയിട്ടിരിക്കെ നമ്മളുടെ മോറൽസും വാല്യൂസ് ആരെ ഡിഫൈൻ ചെയ്യുന്നത്? നമ്മൾ തന്നെയാണ്. കാരണം നമ്മളെക്കാൾ ലോകത്ത് സുപ്പീരിയർ ആയിട്ട് ആരുമില്ല. പക്ഷെ അപ്പൊ അതിന്റെ പ്രശ്നം എന്താണ്? നമ്മൾ കാണുന്നത് ശരിക്കും നമ്മളെക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ബീയിങ്ങിനെ ശരിക്കും കറക്റ്റ് മോറൽസും വാല്യൂസും നമുക്ക് കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതാരാണ്? ദൈവമാണ്. അപ്പൊ ദൈവത്തിന് മാത്രമേ ശരിക്കുമുള്ള കറക്റ്റ് മോറൽസ് ആൻഡ് വാല്യൂസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദ്യം, ഓക്കെ ഒരു സെക്കൻഡ്, ഇപ്പൊ റിലേറ്റിവിസം, ഓക്കെ അതിലേക്ക് വരാം. അപ്പൊ ആരാണ്? ഈസ് ദർ എ ഗോഡ്? 2 ചോദ്യങ്ങളകത്തൊരാളാണ് യെസ് നോ. ഓക്കെ, ഇപ്പൊ നോ നമ്മൾ എടുക്കുന്നില്ല, ഒരു അപ്പോളജറ്റിക് ക്വസ്റ്റൻ ആണ്. യെസ് ആണെങ്കിൽ 2 ചോദ്യങ്ങൾ. വിച്ച് ഗോഡ്? ഒരു ക്രിസ്ത്യൻ ഗോഡ് അല്ലെ നോൺ ക്രിസ്ത്യൻ ഗോഡ്? അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉള്ളതും മനുഷ്യന് വേണ്ടി ലോകത്തിലേക്ക് വന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവം ക്രിസ്ത്യൻ ദൈവമാണ്, യേശു ക്രിസ്തുവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻസിൽ ആരാണുള്ളത്? കാത്തലിക്സും നോൺ കാത്തലിക്സ്. ഓക്കെ, ആരുടെ മോറൽസ് ആൻഡ് വാല്യൂസ് ആണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കാത്തലിക്സ് ആണോ നോൺ കാത്തലിക്സിന്റെ മോറൽസ് ആൻഡ് വാല്യൂസ് ആണോ ശരിയായിട്ടുള്ളത്? നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? അപ്പൊ നമ്മൾ കാത്തലിക്കരാണ്. അപ്പൊ അതിൽ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ?
അങ്ങനല്ല. ഓക്കെ, കാത്തലിക്സിന് അഗൻസ്റ്റ് ആയിട്ട് വന്നതല്ലേ പ്രൊട്ടസ്റ്റന്റ്സ് ഗ്രൂപ്പ് ഒക്കെ. അന്ന് വെച്ച് നമ്മൾ പറഞ്ഞത് ശരിയാണോന്നില്ലല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞത് ഓക്കെ ശരി, ഉത്തരം കാത്തലിക്സിനാണ്. അപ്പൊ എനിക്കൊരു പ്രൂഫ്, എവിഡൻസ് തരാമോ? എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മോറൽസും വാല്യൂസും കറക്റ്റ് ആണെന്ന് പറയാം? എന്തുകൊണ്ടാണ്? ഒരു പ്രൂഫ്, എവിഡൻസ് വേണം എനിക്ക്. സാർ ഏതാ? ഇത് ഹലോ കേൾക്കുന്നു പറഞ്ഞോ. പറഞ്ഞോ. സാർ എത്രത്തോളം ലോജിക്കലാന്ന് അറിയത്തില്ല. ആ. യൂക്കറിസ്റ്റിക് മിറാക്കിൾസ് എന്ന് പറയുന്ന സംഭവം സയൻസിനും അതീതമായിട്ട് നടക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ആ ഒരു യൂക്കറിസ്റ്റിക് മിറാക്കിൾസിന്റെ അകത്തുണ്ട്. അപ്പൊ യൂക്കറിസ്റ്റിക് മിറാക്കിൾസ് നടക്കുന്നത് കാത്തലിക് ചർച്ചിലെ അല്ല, അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ എല്ലാ പഠനങ്ങളും മോറൽസും വാല്യൂസും അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ, എന്താ ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാമോ? പെട്ടെന്ന്, സമയമില്ല. ഓക്കെ ശരി, ഞാൻ പറയാം. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. ഓക്കെ, എന്ന് യേശു ക്രിസ്തു പത്രോസിനാണ് അധികാരം കൊടുത്തത് സഭ പണിയാനായിട്ട്, അല്ലേ? പത്രോസാണ് ആദ്യത്തെ പോപ്പ്. ആ പോപ്പിന്റെ പിൻഗാമിയാണ് ബാക്കി എല്ലാ പോപ്പുമാരും. നമ്മുടെ അങ്ങോട്ടാണ് കത്തോലിക്ക സഭയിലുള്ള മോറൽസും വാല്യൂസും ആണ് ആക്ച്വലി യേശു ക്രിസ്തു ഹാൻഡ് ഓവർ ചെയ്ത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ ശരി. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ വേറെ ഒന്നുള്ളത് റിലേറ്റിവിസം, അബ്സല്യൂട്ട് ട്രൂത്ത്. ഈ റിലേറ്റിവിസത്തിന് ഒരു സിമ്പിൾ ഇംഗ്ലീഷ് വേർഡാണ്. ഇതിന്റെ മീനിങ് എന്നാ? റിലേറ്റിവിസം ആർക്കെങ്കിലും പറയാമോ? റിലേറ്റിവിസം എന്ന് പറഞ്ഞാല് എന്റെ ശരി നിങ്ങളുടെ ശരിയായിരിക്കത്തില്ല, നിങ്ങളുടെ ശരി എന്റെ ശരിയായിരിക്കത്തില്ല. അതാണ് റിലേറ്റിവിസം. ഓക്കെ, അപ്പം ഇപ്പൊ നിങ്ങളിപ്പം ഒരു എന്നാ പറയുന്നത്, കറക്റ്റ്, കമ്പയർഡ്, കറക്റ്റ്. അപ്പൊ അതായത് ഇപ്പം ഒരു സെക്സ് ബിഫോർ മാരേജ്, അത് ഇന്ത്യയിൽ കോമൺ അല്ല, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ശരിയാന്നുള്ളത്, നടക്കുന്നുണ്ടെങ്കിലും. പക്ഷെ ഇപ്പൊ യൂറോപ്പിലേക്ക് അത് വളരെ കോമൺ ആണ്. അതിലൊരു അതിശയില്ല. ഇപ്പൊ അബോർഷൻ എടുത്തു കഴിഞ്ഞാൽ മിക്ക കൺട്രീസിലും അബോർഷൻ ലീഗലാണ്. ചില മുസ്ലിം കൺട്രീസിൽ, ദുബായ്, UAE, അതൊക്കെ ഇല്ലീഗലാണ്. ഓക്കെ, അപ്പൊ അതാണ് റിലേറ്റിവിസം. നമ്മുടെ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് മോറൽസും വാല്യൂസും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ചർച്ചിനകത്ത് ഈ റിലേറ്റിവ്സ് ഇല്ല. ചർച്ചിനകത്ത് ഒൺലി അബ്സല്യൂട്ട് ട്രൂത്ത്. ചർച്ചിന്റെ ടീച്ചിങ്സ് അമേരിക്കയിലാണെങ്കിലും ഉഗാണ്ടയിലാണെങ്കിലും ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് ആൻഡ് സെയിം ആൻഡ് കറക്റ്റ്. അതിന് മാറ്റമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഈ സിസ്റ്റർ ലൂസിയയെ കുറിച്ച് കണ്ടിട്ടുണ്ട്? സിസ്റ്റർ ലൂസിയ ആർക്കെങ്കിലും പരിചയമുണ്ടോ? സിസ്റ്റർ ലൂസിയ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട 3 പിള്ളേരിൽ ഒരാൾ. കറക്റ്റ്, അതാ സിസ്റ്റർ ലൂസിയ. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട ലൂസിയ ജസന്ത ഫ്രാൻസിസ്കോയിൽ ഏറ്റവും അവസാനം വരെ ജീവിച്ചിരുന്ന സിസ്റ്ററാണ് സിസ്റ്റർ ലൂസിയ. ബാക്കി നേരത്തെ മരിച്ചുപോയി. അപ്പൊ സിസ്റ്റർ ലൂസിയയുടെ മാതാവ് പറഞ്ഞ ഒരു സെന്റൻസ് ആണ്, ദ ഫൈനൽ ബാറ്റിൽ ബിറ്റ്വീൻ ദ ലോർഡ് ആൻഡ് ദ കിങ്ഡം ഓഫ് സേറ്റൻ വിൽ ബി അബൌട്ട് മാരേജ് ആൻഡ് ഫാമിലി. അതായത് പിശാച് പറയാണ്, ഏറ്റവും അവസാനത്തെ ദൈവവും പിശാചും തമ്മിലുള്ള യുദ്ധം വിവാഹങ്ങളുടെ മേലും കുടുംബങ്ങളുടെ മേലും ആയിരിക്കും. എന്തിനാണ് ഈ പിശാചിന് കുടുംബത്തിന്റെ മേൽ വിവാഹത്തിൽ ഇത്ര ഇൻട്രസ്റ്റ്? അതൊന്ന് പറയാമോ? സഭയുടെ ഏറ്റവും ചെറിയ യൂണിറ്റാ ഫാമിലി. വെരി ഗുഡ്, എക്സലന്റ്, കറക്റ്റ്, അത് തന്നെ. അതായത് ചർച്ചിന്റെ ഏറ്റവും മോസ്റ്റ് ബേസിക് യൂണിറ്റ് ഈസ് ദ ഫാമിലി. ഒരിക്കലും കുടുംബങ്ങൾ തകർക്കാതെ പിശാചിന് സഭയെ തകർക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അടുത്ത സെന്റൻസ്, വാട്ട് ഈസ് ലവ്? നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും സിമ്പിൾ, ഈസി, മെഷറബിൾ ഡെഫിനേഷൻ എന്ന് പറയാമോ ലവിനെ കുറിച്ച്? സിമ്പിൾ ആയിരിക്കണം, മെഷറബിൾ, നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റണം. ലവിന്റെ ഡെഫിനേഷൻ പറയാമോ? God is love. മെഷർ ചെയ്യാവോ? മെഷർ ചെയ്യാൻ പാടാ. ഇൻഫിനിറ്റിയാ. ഓക്കെ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. അത് നിങ്ങൾ പറയാക്കെ ശരിയാട്ടോ, അതിന് തെറ്റൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന ഒരു കോട്ട് എന്ന് പറയുന്നത് സെന്റ് തോമസ് അക്വിനാസിന്റെ ആണ്, ലവ് ഇസ് വില്ലിംഗ് ദ ഗുഡ് ഓഫ് അനദർ. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ 14 വർഷം, ഒരു 6 വർഷം അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം ഭാര്യയെ സ്നേഹിക്കുന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്. പക്ഷെ ഞാൻ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഓക്കെ, അപ്പൊ അപ്പോഴാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഫോർമേഷൻ കോഴ്സ് ഉണ്ടോ, എമാവൂസ് എന്നൊക്കെ പറഞ്ഞത്. എമാവൂസ് ഫോർമേഷൻ കോഴ്സ് കൂടുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ഈ ടീച്ചിങ് ഞാൻ കണ്ടു. അത് ആലോചിച്ചപ്പോഴത്തേക്ക് ഐ അണ്ടർസ്റ്റുഡ്, യെസ് ഐ ഡു ലവ് മൈ വൈഫ്. അതായത് ഈ ലവ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് അല്ല, അതൊരു ഇമോഷൻ അല്ല, അതൊരു തീരുമാനമാണ്. ഞാൻ മറ്റൊരു വ്യക്തിക്ക് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. ഐ വിൽ ഡു ഗുഡ് ഫോർ യു. അതിപ്പോ എന്റെ ഭാര്യ ആയിരിക്കാം, ആരും ആയിക്കോട്ടെ.
ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ പിള്ളേരായിക്കോട്ടെ, എൻ്റെ പേരൻസ് ആയിക്കോട്ടെ, ഞാൻ മറ്റൊരു വ്യക്തിക്ക് നന്മ മാത്രമേ ചെയ്യത്തൂ എന്നുള്ള എൻ്റെ തീരുമാനവും എൻ്റെ പ്രവൃത്തിയുമാണ് സ്നേഹം. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അതാണ് ശരിക്കും ലവിന്റെ ഒരു വളരെ ബ്യൂട്ടിഫുൾ സിമ്പിൾ മെഷറബിൾ ഡെഫിനിഷൻ. ഓക്കെ, നമുക്ക് പറയാം ലവ് സാക്രിഫൈസ് എന്നൊക്കെ പറയാം. ഞാൻ പറയാണ് എൻ്റെ ഭാര്യ എല്ലാ വീട്ടിൽ കിടക്കുക, അപ്പം അവള് പറയണ എനിക്ക് ഒട്ടും അല്ലെങ്കിൽ പനിയാണ്, ഓ എനിക്ക് ഇതിനോട് ഭയങ്കര സ്നേഹം, ഞാൻ ഇന്ന് ഫുഡ് ഫാസ്റ്റ് ചെയ്ത് വീട്ടിലിരിക്കാന്ന് പറയാ. വല്ല കാര്യമുണ്ടോ? അവളെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ? ആക്ഷൻ ചെയ്യണമല്ലോ. ഓക്കെ, അപ്പൊ ആക്ഷൻ ഇല്ലാത്ത സ്നേഹത്തിന് അർത്ഥമില്ലല്ലോ. ഓക്കെ, അപ്പം ലവ് ഹാസ് ടു ഡു ദ ഗുഡ് ഓഫ് അതർ. യെസ്, ഫാസ്റ്റിംഗ് ഒക്കെ നല്ലതാണ്, എല്ലാം ചെയ്യാം, പക്ഷെ വി ഹാവ് ടു ഓൾസോ ആക്ട് ഓൺ ഇറ്റ്, റൈറ്റ്? അപ്പം നമ്മൾ ആക്ട് ചെയ്യാം. അപ്പം ഇപ്പൊ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ്, ഞാനിപ്പോ ഒരു അടുത്തൊരു യൂത്തിലേക്കുള്ള എൻ്റെ കണ്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പലരും ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് ആണ്, എപ്പോൾ നമുക്കൊരു ലവ് റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകാം. ഞങ്ങൾ യൂത്തിന് ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. യൂത്ത് പറയും ഞങ്ങൾക്ക് മച്യൂരിറ്റി വരുമ്പോൾ അതിങ്ങനെ പെട്ടെന്ന് ബ്ലൈൻഡ് ആണ്, എപ്പോൾ വേണേൽ തുടങ്ങാം, എപ്പോൾ വേണേൽ വരാം, ഓക്കെ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ നമുക്കൊരു യൂഷ്വലി നമ്മുടെ യൂത്ത് ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നത് ലേറ്റ് ടീൻസ്, കോളേജ് ഒക്കെ, ചിലപ്പോൾ സ്കൂൾസിലൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം അവരെ സംബന്ധിച്ചുള്ള അതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് ഈ ഒരു ഇപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു എക്സ്പ്ലനേഷൻ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്ലനേഷന്റെ കാഴ്ചപ്പാടിൽ നമുക്ക് ഈ ഒരു വിശകലനം ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു എക്സ്പ്ലനേഷന്റെ കാഴ്ചപ്പാടിൽ കൺസിഡർ, ഞാനിപ്പോൾ ഒരു കോളേജിലാണ്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ കോളേജിൽ ഒരു പെൺകൊച്ചിനെ ഇഷ്ടപ്പെടുന്നു, റിലേഷൻഷിപ്പിലേക്ക് കയറുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. യൂഷ്വലി എൻ്റെ പഠനത്തെ ഇത് ഇമ്പാക്ട് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഞാനൊരു സെക്ഷൽ അല്ലെ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് സിനിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണോ? ഉറപ്പായിട്ടും കൂടുതലാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഒളിച്ച് പറയാതാണോ എനിക്ക് റിലേഷൻഷിപ്പ് വന്ന? ഉറപ്പായിട്ടും ആയിരിക്കും. ഓക്കെ, 4, എനിക്കൊരു ബ്രോക്കൺനെസ്, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് റിലേഷൻഷിപ്പ്, അതിൽ നിന്നുള്ള ഇമ്പാക്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. അപ്പം എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, ഞാനൊരു സിൻഫുൾ റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്, എനിക്ക് ബ്രോക്കൺനെസ് ഉണ്ടാകാം, എൻ്റെ വീട്ടിൽ ഞാൻ വിളിച്ചു നോക്കും. അപ്പം ലവിന്റെ പേരിൽ എന്തൊക്കെ തിന്മകളാണ് നടക്കുന്നത്? അങ്ങനെ ഇത്രയും തിന്മകൾ നടക്കുന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ലവ് എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് ലവ്. അപ്പോൾ നമ്മൾ ഒരു സ്കൂളിലോ കോളേജിലോ ഒരു റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യുന്ന വി കനോട്ട് കോൾ ഇറ്റ് ലവ്. പക്ഷെ അത് സിന്നാന്ന് ഞാൻ പറഞ്ഞില്ല. ഇറ്റ് ക്യാൻ ബിക്കം എ സിൻ ഇഫ് ഇറ്റ് വി എൻ്റർ ഇൻ ടു എ റോങ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആൻഡ് ഓൾ. ഓക്കെ, പക്ഷേ ഇത് സിന്നിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് അവോയ്ഡ് ചെയ്യണം. അതേസമയത്ത് ഒരിക്കലും പ്രേമിക്കരുതെന്നാണ് പറയുന്നത്, ഒരിക്കലുമല്ല. ഇപ്പം ഞാനിപ്പം ജോലിയൊക്കെ കിട്ടി, ഞാനിപ്പോൾ കല്യാണപ്രായത്തിൽ ഇപ്പം എൻ്റെ ഓഫീസിലുള്ള ഒരു പെൺകൊച്ചിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ ആ പെൺകൊച്ചിനെ കല്യാണം കഴിക്കണം എന്ന് അറിയാനായിട്ട് അവളോടൊരു 3-4 മാസത്തേക്ക് അടുത്തിടപഴകി സംസാരിക്കുന്നു, എൻ്റെ വീട്ടിൽ പറയുന്നു. ഓക്കെ, ഒരു ഫിസിക്കൽ ബൗണ്ടറീസ്, ഓക്കെ, അതായത് ഒരു ഫിസിക്കൽ ഇൻറ്റിമസി ഇല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് 2-3 ദിവസം ആ പെണ്ണിൻ്റെ അറിഞ്ഞ് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, അത് അങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞ്, അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇപ്പൊ വേറെ ഒന്നാണ്, എന്താണ് ഈ സെക്ഷൽ റിലേഷൻഷിപ്പിന്റെ ഇമ്പാക്ട് ബിഫോർ മാരേജ്? ഇപ്പൊ നമുക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്. നമുക്ക് ആരോടാണ് കുറച്ച് കൂടുതൽ അടുപ്പമുള്ളത്? അപ്പനോടാണോ അമ്മയോടാണോ? അമ്മ. എന്തുകൊണ്ടാണ്? നമ്മുടെ കാര്യങ്ങളൊക്കെ വേണ്ട സമയത്ത് ചെയ്തു തരുന്നു, കംപ്ലൈന്റ് ഒന്നും ഇല്ലാതെ. അപ്പനാണ് എല്ലാ കംപ്ലൈന്റും പറഞ്ഞു ഒന്നും ചെയ്തു തരത്തില്ല അല്ലെ? കുറച്ചുകൂടെ അവൈലബിലിറ്റി കൂടുതൽ അമ്മമാരായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ വീട്ടില് ഫുഡ് വീട്ടിലേക്ക് പൈസ ഒന്നും കൊണ്ടുവരണ്ട, അപ്പൻ ഇങ്ങനെ വീട്ടിൽ ഇരുന്നാ മതി, പൈസ ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, എനിവേ അത് ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. പക്ഷെ അതൊന്നും അല്ല ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻസിയിൽ ഒരു ഹോർമോൺ റിലീസ് ആവും, ഓക്സിറ്റോസിൻ, OXYTOCIN. ഓക്കെ, ഈ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ അമ്മയുടെയും കൊച്ചിന്റെയും ബ്രെയിനിൽ റിലീസ് ആവും. ഈ ഹോർമോണാണ് ഒരു ബോണ്ടിങ് ക്രിയേറ്റിംഗ് ഹോർമോൺ. ഓക്കെ, അല്ല ലവ് ഹോർമോൺ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഹോർമോണിന്റെ ഇമ്പാക്റ്റിലാണ് ഒരു സ്ട്രോങ് ബോണ്ടിങ് ക്രിയേറ്റ്സ് ബിറ്റ്വീൻ ദ മദർ ആൻഡ് ദ ചൈൽഡ്. ഓക്കെ, അപ്പൊ ഈ ഹോർമോൺ ഇമ്പാക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് നാച്ചുറലി നമ്മുടെ അമ്മമാരോട് കൂടുതൽ അടുപ്പം തോന്നുന്നത്. ഓക്കെ, ഈ സെയിം ഹോർമോൺ ഈസ് ഓൾസോ റിലീസ്ഡ് ഒരു സെക്ഷൽ ആക്ടിന്റെ സമയത്തും ഈ ഹോർമോൺ റിലീസ് ആവും. അതുകൊണ്ടാണ് സെക്സ് ആൾക്കാരെ തമ്മിൽ ബോണ്ട് ചെയ്യുന്നത്. ഇറ്റ് ഇസ് കോൾഡ് എ ലവ് ഹോർമോൺ. ഓക്കെ, പക്ഷെ ഈ ഹോർമോൺ അറിയത്തില്ല ഇതെന്റെ വൈഫാണോ ഹസ്ബൻഡ് ആണെന്നുള്ള കാര്യം. നമ്മൾ ആരായിട്ട് സെക്സ് ചെയ്യാലും സാധനം കയറി ബോണ്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ എനിക്കിപ്പോ ഒരു 3-4 ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നിരിക്കട്ടെ. ഓക്കെ, ആദ്യത്തെ ഗേൾ ഫ്രണ്ട് 20% ബോണ്ടിങ്, രണ്ടാമത്തെ ഗേൾ ഫ്രണ്ട് 30% ബോണ്ടിങ്. അപ്പൊ അവസാനം ഞാൻ കല്യാണം കഴിക്കുന്നത് കൊണ്ടോട്ട് വെച്ച് ബോണ്ടിങ് ഒന്നും കാണത്തില്ല. ഇപ്പൊ ഞാനൊരു സെലോ ടേപ്പ് എടുക്കുവാണെങ്കിൽ ഒരു സെലോ ടേപ്പ് എടുത്ത് എൻ്റെ ഈ ഫിംഗറിൽ ഞാൻ ഒട്ടിച്ചു, പക്ഷെ നല്ല സ്ട്രോങ് ആണ്.
അപ്പോൾ അത് ഊരിയപ്പോഴത്തേക്ക് കുറച്ച് വേദന എടുത്തു. ഓക്കെ, ഗ്ലൂ സ്ട്രോങ് ആയിരുന്നു. അടുത്ത ഫിംഗറിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ ഗ്ലൂ കുറച്ച് കുറഞ്ഞു. 5-6 ഫിംഗർ ചെയ്യുമ്പോൾ അത് ഒട്ടുവോ? ഒട്ടലൊക്കെ കാണത്തില്ല. ഇതുപോലെ തന്നെയാണ് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് കഴിഞ്ഞ് മാരേജിലേക്ക് എൻ്റർ ചെയ്യുന്ന സിറ്റുവേഷനും. ഇപ്പം നിങ്ങൾ യൂസിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മൾട്ടിപ്പിൾ പിന്നെ ട്രയൽ സെക്സ് പാർട്ട്നേഴ്സ് ഉണ്ടാവും. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കുന്നത്. 1 വർഷം കഴിയുമ്പോൾ ഒരു ഡൈവോഴ്സിലേക്ക് പോവുകയും ചെയ്യും. എന്തുകൊണ്ട്? ബോണ്ടിങ് വളരെ കുറവാണ്. ഓക്കെ, അപ്പം ഇതൊരു ബോണ്ടിങ് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. സെക്കൻഡ്. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ വേറൊരു എന്നാ ഒരു സർവേ നടത്തിയിരുന്നു. ഇപ്പം ഞാനിപ്പം ആശിഷിനോട് ചോദിക്കാം, ആശിഷിന്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാ ആശിഷ്? പുട്ടും കടലേ. പുട്ടും കടലയും. അച്ഛന് ഏറ്റവും ടേസ്റ്റുള്ള പുട്ടും കടല എവിടെ നിന്ന് കഴിച്ചേ? വീട്ടിൽ നിന്ന്. ഓക്കെ, അപ്പൊ ആശിഷ് വീട്ടിൽ നല്ല പുട്ടും കടലയും കഴിച്ചു. ഓക്കെ, എന്നിട്ട് നാളെ ഫോർ എക്സാമ്പിൾ നല്ല കിടിലൻ റെസ്റ്റോറൻറ്റ് അപ്പുറത്ത് വന്നിരിക്കട്ടെ, ഒരു രക്ഷയില്ലാത്ത പുട്ടും കടലയാ. ആശിഷ് നാളെ അവിടെ പോയി പുട്ടും കടലയും കഴിച്ചു. ഉറപ്പായിട്ട് അതിന്റെ ടേസ്റ്റ് ഭയങ്കര സൂപ്പർ വന്നിരിക്കട്ടെ. ഓക്കെ, ഇനിയിപ്പോ വീട്ടിലെ പുട്ടും കടല ഇഷ്ടപ്പെടുവോ? പുറത്തായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അത് തന്നെ. അപ്പൊ കുറച്ച് ഇഷ്ടപ്പെടുന്നു. ഓക്കെ, സെക്സ് ഇതുപോലെ തന്നെയാ. ഓക്കെ, വ്യത്യാസമൊന്നുമില്ല. അതായത് എനിക്കിപ്പോ ഒരു 3-4 ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, അപ്പൊ എനിക്ക് അതിലൊരു സെക്കൻഡ് ഗേൾ ഫ്രണ്ട് നല്ല സെക്ഷലി ആക്റ്റീവ് ആയിരുന്നെങ്കിൽ, ഓക്കെ, ഇപ്പൊ എന്റെ ഭാര്യ അത്രയും പോരെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ കമ്പയർ ചെയ്യും നാച്ചുറലി, അല്ലേ? ഇപ്പൊ എനിക്ക് എന്റെ ഭാര്യയിൽ നിന്ന് കിട്ടുന്ന സെക്ഷൽ പെർഫോമൻസിനേക്കാളും നല്ലൊരു പെർഫോമൻസ്, ഒരു എക്സ്പീരിയൻസ് എനിക്ക് എന്റെ പ്രീവിയസ് പാർട്ട്നേഴ്സായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി അറിയാതെ കമ്പയർ ചെയ്തു പോകും. എന്നിട്ട് എന്റെ ഭാര്യയുടെ പെർഫോമൻസ്, എന്റെ ഭാര്യയുടെ ഒരു സെക്ഷൽ എക്സ്പീരിയൻസ് ഞാനത് വാല്യൂ ഇല്ലാതാവും. എനിക്കത് വെളിയിലേക്ക് പോകാനുള്ള ടെംപ്റ്റേഷൻ കൂടും. അതേ സമയത്ത് എന്റെ ആദ്യത്തെ അവസാനത്തെയും എക്സ്പീരിയൻസ്, ഫോർ എക്സാമ്പിൾ ആശിഷ് വീട്ടിലെ പുട്ടും കടലയും മാത്രം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല, ഏറ്റവും ബെസ്റ്റ് പുട്ടും കടല അത് തന്നെ എന്നും, അല്ലേ? അതുപോലെ തന്നെ എന്റെ ഉള്ളി സെക്ഷൽ എക്സ്പീരിയൻസ് എന്റെ വൈഫ് അല്ല എന്റെ ഹസ്ബൻഡ് ആയിട്ടാണെങ്കിൽ അത് എത്ര മോശമാണെങ്കിലും ഒരു കുഴപ്പമില്ല. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വി ഹാവ് എവർ ഗോട്ട്. നമുക്ക് കമ്പയർ ചെയ്യാനൊന്നുമില്ല. വിൽ ബി ഹാപ്പി. ഓക്കെ, അപ്പൊ ഇതൊരു സർവേയുടെ റിസൾട്ട് ആണ്. ഒരു 20,000 ലേഡീസ് ഹു ഹാഡ് സെക്സ് ബിഫോർ മാരേജ് അക്രോസ് ഡിഫറെന്റ് കൾച്ചേഴ്സ് നടത്തിയപ്പോൾ ആ സർവേയിൽ വന്ന വൺ ഓഫ് ദ മെയിൻ റീസൺസ് ആണ് നിങ്ങൾ പറഞ്ഞാൽ ദിസ് ഇസ് വൺ ഓഫ് ദ മെയിൻ ഇഷ്യൂസ്. രണ്ടാമത്തത്, ആരും ഇതുവരെ കരഞ്ഞിട്ടില്ല അയ്യോ എനിക്ക് കല്യാണത്തിന് മുമ്പ് സെക്സ് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ അതേ സമയത്ത് കുറെ പേര് കരഞ്ഞിട്ടുണ്ട് അയ്യോ പറ്റിപ്പോയല്ലോ. ഓക്കെ, ഇതെടുത്ത നമ്മുടെ യൂത്ത് അറിയേണ്ട കാര്യമാണ്. സർക്കിൾ ഓഫ് ബ്രോക്കൺനെസ് എങ്ങനെ തുടങ്ങുന്നത്? നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പ് തുടങ്ങും. ഒരാണും പെണ്ണും നല്ല ഫ്രണ്ട്സ് ആണ്, നല്ല കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് നല്ല ഷെയറിങ് റിലേഷൻഷിപ്പിലേക്ക് കിടക്കും. റിലേഷൻഷിപ്പിൽ നിന്ന് അത് സെക്ഷൽ അബ്യൂസിലേക്ക് കിടക്കും. ഓക്കെ, അത് അത് പെർമിഷനോടെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് എൻ അബ്യൂസ്. ഓക്കെ, അബ്യൂസിലേക്ക് കിടക്കും. യൂഷ്വലി ഈ അബ്യൂസ് കഴിയുമ്പോഴത്തേക്ക് ബ്രേക്കപ്പ് ആവും. നോർമലി എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല, എന്നാലും മിക്ക ആണുങ്ങളും ഒരു സെക്ഷൽ ആക്ടിവിറ്റി കഴിഞ്ഞ ഉടനെ അവർ ഇട്ടിട്ട് പോകും. ദേ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പേഴ്സൺ. എല്ലാവരും അങ്ങനെ ആണെന്നല്ല പറയുന്നത്, നല്ല കുറെ പേരുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാണ് കേട്ടോ. നല്ല ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവാം. either ways I'm not telling having sex before marriage is correct, അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഈ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ പറ്റുന്ന രണ്ടുപേർക്കും വിഷമം ഉണ്ടാകാം. അതിൽ പെണ്ണുങ്ങളായിരിക്കും കൂടുതൽ ആക്ച്വലി വിഷമിക്കുന്നത്. പെണ്ണുങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കും, ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക് വേറൊരു ഫ്രണ്ട് വരും, അയ്യോ റിപ്പോർട്ടറി നോ പ്രോബ്ലം, വിഷമിക്കണ്ട, അവൻ തന്നെ പറ്റിച്ചല്ലേ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഈ പെണ്ണ് നല്ല ആശ്വാസം വരും, ഓ സമാധാനം വരും, ഷെയർ ചെയ്യാനുണ്ട്, ഒരു ആശ്വാസം വരും. ആശ്വാസം വന്നു കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് അത് അവർ പുതിയ ഫ്രണ്ട്സ് ആവും. ഓക്കെ, ആ ഫ്രണ്ട്ഷിപ്പിന്റെ റിലേഷൻഷിപ്പിലേക്ക് കിടക്കും. അത് പിന്നെ അടുത്ത സെക്ഷൽ അബ്യൂസിലേക്ക് കിടക്കും. ഇതിനാണ് സർക്കിൾ ഓഫ് ബ്രോക്കൺനെസ് അല്ലെ റീബൗണ്ട് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. ഇത് സാധാരണ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളിത് ബോധവാന്മാരായിരിക്കണം. അടുത്താണ് സെക്സ്റ്റിംഗ്. സെക്സ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഒരു പ്രേമത്തിലായി കഴിയുമ്പോഴത്തേക്ക് അശിഷ് എന്റെ സ്പീഡ് കൂടുതലാണോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. കുഴപ്പമില്ല അല്ലേ? ഓക്കെ, സ്പീഡ് കൂടുതലാണ് നിങ്ങളൊന്ന് ചാറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ നോക്കിക്കൊള്ളാം. ഓക്കെ ഓക്കെ അപ്പം സെക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ന്യൂഡായിട്ടുള്ള പിക്ചേഴ്സ് നമ്മുടെ ബോയ് ഫ്രണ്ട് അല്ലെ ഗേൾ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ന്യൂഡ് വീഡിയോ കോൾസ് ചെയ്യുക. അപ്പോൾ പയ്യൻ പറയും നീ എന്നെ പ്രേമിക്കുന്നില്ല, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്, അന്നാ നീ നിന്റെ പിക്ചർ അയച്ച എന്ന് പറയും. നമ്മുടെ പാവം പെൺപിള്ളേർ അതൊക്കെ വിശ്വസിച്ച് പിക്ചറൊക്കെ അയച്ചു കൊടുക്കും. ഓക്കെ, അതൊരു വലിയ മണ്ടത്തരം. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് ഇന്ത്യയുടെ ഒരു നാഷണൽ പ്രോ ലൈഫ് ടീം മെമ്പറാണ്. ഓക്കെ, സ്പീഡ് കൂടുതലാണ് ആണോ? ഓക്കെ, ഞാൻ പതുക്കെ പറയാം കുറച്ചുകൂടെ. താങ്ക് യു. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ വിശ്വസിച്ച് പിക്ചറൊക്കെ അയച്ചു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് അത് ബ്രേക്കപ്പ് ആയി.
അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിപ്പം അന്നൊക്കെ 10 വർഷം മുമ്പുള്ള കാര്യമാണ്. ഞാനിപ്പം ഇന്ത്യയുടെ ഒരു പ്രൊലൈഫ് ടീം മെമ്പറായി. അപ്പം എൻ്റെ മോം എന്ന് പറയാം, അപ്പയുടെ ഒരു പടം ഞാൻ ഇന്റർനെറ്റിൽ കണ്ടു, എങ്ങനെ ഇരിക്കും? സൂപ്പർ ആയിരിക്കത്തില്ലേ? അപ്പം ഇത് വലിയൊരു മണ്ടത്തരമാണ്. കാരണം നമ്മുടെ ന്യൂഡ് പിക്ചേഴ്സ് ചോദിക്കുന്ന വ്യക്തി നമ്മളെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല, ഉറപ്പാണ്. കാരണം അത് ഒന്നത് ശരിയല്ല. ഓക്കെ, നമ്മുടെ ബോഡിയുടെ പിക്ചർ കണ്ടിട്ടല്ല പുള്ളി നമ്മളെ സ്നേഹിക്കേണ്ടത്. ഓക്കെ, അത് തെറ്റാണ്. ഓക്കെ, അതൊരു ഡിജിറ്റൽ ഇമേജ് ആണ്. അത് ഇന്റർനെറ്റിൽ വർഷങ്ങളോളം നിൽക്കാം. നമുക്കത് മാനഹാനി വരുത്താം. അവർ നമ്മളെ അത് ഉപയോഗിച്ച് അബ്യൂസ് ചെയ്യാം, ത്രെട്ടൻ ചെയ്യാം, ബ്ലാക്ക്മെയിൽ ചെയ്യാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഡോണ്ട് ബി സ്റ്റുപ്പിഡ് ഇനഫ് ടു സെൻഡ് യുവർ പിക്ചേഴ്സ് ടു എനിബഡി, ഈവൻ ഇഫ് ദറ്റ് പേഴ്സൺ ലീവ്സ് യു. നിങ്ങൾ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ഐ എം നോട്ട് പ്രൊമോട്ടിങ് റിലേഷൻഷിപ്പ്, ബട്ട് അങ്ങനെ കട്ട് ചെയ്ത് പോകണേ പോയിക്കോട്ടെ എന്ന് നോക്കണം. ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ യു. ഓക്കെ, ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ട്രാപ്പിലേക്ക് വീഴാൻ പാടില്ല. ഓക്കെ, അടുത്തൊരു മെയിൻ ഇഷ്യൂ ആണ് പോണോഗ്രഫി. ഓക്കെ, ഇപ്പോൾ പോണോഗ്രഫി എന്താണ്? നമ്മൾ ന്യൂഡായിട്ടുള്ള പിക്ചേഴ്സ് കാണുക, വായിക്കുക, മാഗസിൻസ് വായിക്കുക, അതാണ് പോണോഗ്രഫി. നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു റിയാലിറ്റി അല്ല. പോണോഗ്രഫി ഈസ് എ സ്ക്രിപ്റ്റഡ് മൂവി. അത് കാണിക്കുന്ന ഡിപിക്ഷൻസ് സത്യം പറഞ്ഞാൽ റിയൽ അല്ല. അതൊരു വെൽ പ്ലാൻഡ് ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതി ആക്ടേഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു മൂവിയാണ് പോണോഗ്രഫി. നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഇത് സത്യമാണെന്ന് വിചാരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കും. അവിടെ എല്ലാം പൊട്ടിത്തെറിക്കും. പോണോഗ്രഫിയിൽ കാണാൻ കൊള്ളാത്ത ഏതെങ്കിലും സ്ത്രീകളുണ്ടോ? ഒരിക്കലുമില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ബോഡി സ്ട്രക്ചേഴ്സ് ഉള്ള സ്ത്രീകളാണ് പോണോഗ്രഫിയിലുള്ളത്. ഞാൻ പോണോഗ്രഫി കണ്ടിട്ട് വർഷങ്ങളോളം കണ്ടിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് നൈറ്റിൽ എൻ്റെ വൈഫിനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ എന്താ ഇങ്ങനെയെന്ന് വിചാരിക്കും അവളുടെ ബോഡി. കാരണം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, നല്ല പോണോഗ്രഫി ആക്ട്രസിന്റെ പോലത്തെ ഒരു ബോഡി എൻ്റെ വൈഫിനുണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? പക്ഷെ അത് റിയാലിറ്റി അല്ല. ഞാൻ ചിലപ്പോൾ ഡിപ്രസ്ഡ് ആകാം. പിന്നെ പോണോഗ്രഫി ആണെന്ന വ്യക്തി എന്താ ചെയ്യുന്നത്? വർഷങ്ങളോളം പുള്ളി പോൺ കണ്ട് മാസ്റ്റുർബേറ്റ് ചെയ്യും, സ്വയംഭോഗം ചെയ്യും. സ്വയംഭോഗം എന്താണ്? ഒരു സെക്ഷുവൽ ആക്ട് ആണ്. സെക്ഷുവൽ ആക്ടിൽ എന്ത് ഹോർമോൺ റിലീസാവും? ഓക്സിറ്റോസിൻ റിലീസാവും. ഓക്സിറ്റോസിൻ എന്ത് ചെയ്യും? ബോണ്ടിങ് ഉണ്ടാക്കും. ആരായിട്ട് ബോണ്ടിങ് ഉണ്ടാക്കും? ഒരു സ്ത്രീയാണോ? അല്ല, ഒരു പിക്ചർ അല്ലെ ഇമേജ് ആണ്. വർഷങ്ങളായിട്ട് എൻ്റെ ബ്രെയിനിനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് സെക്ഷൽ എറോസൽ അല്ലെ ഒരു അട്രാക്ഷൻ ഉണ്ടാകേണ്ടത് ഒരു സ്ത്രീയോടാണോ? അല്ല, ഈ പിക്ചർ അല്ലെ ഇമേജ് കാണുമ്പോഴാണ് എന്ന് എൻ്റെ ബ്രെയിനിനെ ഞാൻ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുക. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് വരുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാകുന്നു, അയ്യോ എനിക്ക് സെക്ഷൽ എറോസൽ ഉണ്ടാകുന്നില്ല. പ്രശ്നം എവിടെയാ? എൻ്റെ ബ്രെയിൻ എന്താ മനസ്സിലാക്കുന്നത്? ഒരു സ്ത്രീയെ അപ്രോച്ച് ചെയ്യുമ്പോഴല്ല, ഈ ഇമേജ് കാണുമ്പോഴാണ് എനിക്ക് എറോസൽ ഉണ്ടാകേണ്ടത്. അപ്പൊ ഞാൻ പിന്നെ ഫസ്റ്റ് സൈഡിൽ എൻ്റെ ഭാര്യയോടൊക്കെ പറയേണ്ടി വരും, ഈ മാഗസിനൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ, കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സെക്സിലേക്ക് കിടക്കാന്നൊക്കെ പറയേണ്ടി വരും. ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥയാണ്. വേറൊരു കാര്യം, ഒരു പോണോഗ്രഫിയിൽ യൂഷ്വലി ഞാനിപ്പം എവിടെയാണ്, ഞാനൊരു ഡയസിസിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ഡയസിസിൽ ഞാനൊരു പ്രീ മാരേജ് കോഴ്സ് കൊടുക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് കാഷ്വലായിട്ടൊരു ചോദ്യം ചോദിച്ചു, ഒരു നോർമൽ സെക്ഷൽ ഇന്റർകോഴ്സ് എത്ര സമയം ഉണ്ടാകും നിങ്ങൾ പറയാമോ? അപ്പം റൈറ്റ് സൈഡിൽ ഇരുന്നൊരു പയ്യൻ പറഞ്ഞു 45 minutes എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞു ഞെട്ടിപ്പോയി ഇരുന്നു പോയി. ഓക്കെ, കാരണം എനിക്ക് മനസ്സിലാവാൻ അവിടെ നിന്ന് ഉത്തരം പറഞ്ഞതെന്ന്, അവൻ പോണോഗ്രഫി എന്ന് ഉത്തരം പറഞ്ഞതാ. ഓക്കെ, ഇവൻ വിചാരിച്ചിരിക്കുന്നത് എന്താണ്, ഈ നോർമൽ സെക്ഷൽ ഇന്റർകോഴ്സ് 45 മിനിറ്റ് എന്നാണ് ഇവൻ വിശ്വസിക്കുന്നത്. അത് വെറും പൊട്ടത്തരവാ. നോർമൽ സെക്ഷൽ ആക്ടിവിറ്റി വിൽ നോട്ട് ലാസ്റ്റ് മോർ ദാൻ 5 to 10 minutes. ഓക്കെ, ഈ പോൺ കണ്ട് വിശ്വസിച്ച് വന്ന് ഞാൻ ഇവന്റെ മാരേജിൽ എന്ത് സംഭവിക്കും? ഇവൻ വിചാരിക്കും ഇവനെന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇവന്റെ ഭാര്യയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലേ? പിന്നെ അങ്ങനെ പല ഇഷ്യൂസ് പോണിലൂടെ. പിന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഇപ്പൊ പോൺ കാണുന്നുണ്ട്, കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ നിർത്തും, അതൊക്കെ എനിക്ക് ഭാര്യ വന്നു എല്ലാം ശരിയാവും. വെറുതെയാ. സത്യമായിട്ടും പറയാം, അത് വെറുതെ നടക്കത്തില്ല. നിങ്ങൾ കല്യാണം കഴിഞ്ഞാലും പോൺ കാണും, നിങ്ങൾ കല്യാണം കഴിഞ്ഞാലും മാസ്റ്റുർബേറ്റ് ചെയ്യും, നിങ്ങൾക്ക് നിർത്താൻ പറ്റത്തില്ല. ഇത് നിങ്ങളുടെ കുടുംബ ജീവിതത്തെ തകർക്കും. ഇതാണ് നോർമലി സംഭവിക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് തർക്കത്തിലേക്കും, പക്ഷെ ഗ്രാജുവലി യാതൊരു തകർച്ചയിലേക്ക് പോകും. എല്ലാവർക്കും അങ്ങനെ ആണോന്നല്ല ഞാൻ പറഞ്ഞത്, ശരിക്കും അങ്ങനെ കണ്ട എക്സ്പീരിയൻസുകൾ എനിക്കുണ്ട്. ഓക്കെ, അപ്പൊ ദയവ് നിങ്ങൾ ഈ ഒരു സംഭവം ഭയങ്കര വലിയൊരു ഈവിളിന്റെ ട്രിക്കാണ്. നിങ്ങൾ ഇത് ദയവ് ഇതിലേക്ക് പോകരുത്. അത് ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യണം, ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത് ഈവൻ സയൻസ് പറയുന്നത് ഇറ്റ് കോസസ് ബ്രെയിൻ ഡാമേജ്. ഓക്കെ,
ഞാനത് ഫുൾ എക്സ്പ്ലനേഷനിൽ പോകുന്നില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഡ്രഗ് അഡിക്റ്റിന്റെ ഒരു ഗുഡ് ബ്രെയിൻ ആണ്, റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഡ്രഗ് അഡിക്റ്റിന്റെ ഡാമേജ് ബ്രെയിൻ ആണ്. ഇതുപോലെ തന്നെ പോൺ അഡിക്റ്റിന്റെ ബ്രെയിനിനെ ഡാമേജ് ചെയ്യും എന്നാണ് പറയുന്നത്. പോൺ നമ്മുടെ ഫ്രണ്ടൽ ലോബ്സ് ഓഫ് ബ്രെയിനിനെ ഇമ്പാക്ട് ചെയ്യും. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എല്ലാം ഇമ്പാക്റ്റഡ് ആവും. ഫോൺ അഡിക്റ്റ് ആയ ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ, ഇറിറ്റേഷൻ, ഷോർട്ട് ടെമ്പേർഡ്നെസ്, ഡിപ്രഷൻ, ഇതെല്ലാം അവർക്ക് ഒരു പെണ്ണിനെ കണ്ടാൽ ഒരു ടീച്ചർ ആയിക്കോട്ടെ, ആരെ കണ്ടാലും പെട്ടെന്നൊരു ഒരു വ്യൂയോടെ പെട്ടെന്ന് നമുക്ക് കാണാൻ തോന്നുക, അതെല്ലാം ഫോൺ അഡിക്ട്സിൽ സാറിന് കാണുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ഇത് CCC 2352 ആണ് മാസ്റ്റർബേഷൻ. ഓക്കെ, ഇറ്റ് ഇസ് മോറലി ഇൻട്രിൻസിക്കലി ചർച്ച പറയുന്നത് ദ ഡെലിബറേറ്റ് യൂസ് ഓഫ് സെക്ഷൽ ഫാക്കൽറ്റി, അതായത് നമ്മുടെ സെക്ഷൽ എബിലിറ്റി മനഃപൂർവ്വം എന്ത് കാരണവശാലാണെങ്കിലും വിവാഹത്തിന് വെളിയിൽ ഉപയോഗിക്കുന്നത് അത് ഇൻട്രിൻസിക്കലി ഈവിൾ ആണ്. അത് അതിന്റെ പർപ്പസിനെ ഡിഫീറ്റ് ചെയ്യുന്നു, അത് തിന്മയാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പോണും മാസ്റ്റർബേഷനും ചെയ്യുന്നത്? അപ്പൊ നമ്മൾ പലപ്പോഴും ഇതിന്റെ റൂട്ട് മനസ്സിലാക്കുന്നില്ല. ഓക്കെ, ഇതൊരു അഡിക്ഷൻ ആണ് ഡെഫിനറ്റ്ലി. പലപ്പോഴും നമ്മൾ ഒരു പെയിൻ ഹൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഹൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ലോൺലിനെസ്, അല്ലെ സ്ട്രെസ്, ഇതൊക്കെ വരുമ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് നമ്മൾ പോൺ കാണുന്നത്, മാസ്റ്റർബേഷൻ ചെയ്യുന്നത്. പക്ഷേ ഇത് കണ്ടുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് റിലീഫ് കിട്ടുമോ? ആ മൊമെന്റിൽ ഒരു സുഖം കിട്ടും എന്നല്ലാതെ നമ്മൾ കൂടുതൽ അതിലേക്ക് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പെയർ പ്രഷർ ആയിരിക്കാം. നമ്മുടെ കൂട്ടുകാരൊക്കെ സ്വയംഭോഗം ചെയ്യുന്നു, ചിലർ നീ എന്തിനാണാടാ ഇത് ചെയ്തില്ലെന്ന്, അങ്ങനെ ആ ഒരു പെയർ പ്രഷർ. പിന്നെ കുറെ മിത്സ് ഉണ്ടാകാം. ചിലർ പറയുന്നുണ്ട്, സയന്റിഫിക്കലി പറയുന്നുണ്ട് മാസ്റ്റർബേഷൻ ചെയ്യുന്ന ആരോഗ്യത്തിന് നല്ലതാണ്. സത്യമായിട്ടും അങ്ങനെ ഒരു എവിഡന്റ് ഉള്ള ഒരു ടീച്ചിങ് ഇല്ല. ദർ ഇസ് നോ സയന്റിഫിക് ക്ലിയർ കട്ട് ടീച്ചിങ് വിച്ച് ഹാസ് ബീൻ പ്രൂവ്ഡ് ഹിസ്റ്റോറിക്കലി ദാറ്റ് മാസ്റ്റർബേഷൻ ആരോഗ്യത്തിന് നല്ലതാണ് എന്നൊരു ടീച്ചിങ് ഇല്ല. പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വിത്ത് ക്ലിയർ എവിഡൻസ് അങ്ങനെ ടീച്ചിങ് വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഐ വുഡ് സേ വി ഡോണ്ട് ഡു ഇറ്റ്. കാരണം അതിൽ കൂടുതൽ ദൂഷ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഓക്കെ, പിന്നെ മാസ്റ്റർബേഷന്റെ എന്തൊക്കെയാണ് ഇമ്പാക്ട്സ്? നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ തന്നെ അഡിക്റ്റ് ആവും, നമ്മൾ ഒരു ഫാന്റസി വേൾഡിലായിരിക്കും ഫോണൊക്കെ കണ്ട്. ഫോണും മാസ്റ്റർബേഷനും ഒരുമിച്ച് പോവും. എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ചില ആൾക്കാർക്ക് പെനീസിന്റെ എറക്ഷൻ പ്രശ്നം ഉണ്ടാകാം. ഓക്കെ, കല്യാണം കഴിഞ്ഞാണെങ്കിലും ഭാര്യയില്ലാതെ സ്വന്തമായിട്ട് എൻജോയ് ചെയ്യാനുള്ള, അത് നമ്മൾ ഭാര്യയുടെ വഴക്കുണ്ടാക്കിയോ ഏതെങ്കിലും സിറ്റുവേഷൻ വരികയോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ അതിലേക്ക് പോകാം. ഫാമിലി ലൈഫിനെ അത് ഇമ്പാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ കുടുംബജീവിതത്തിൽ എന്താ ചെയ്യേണ്ടത്? കുടുംബജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, എന്നെ തന്നെ ഞാൻ എൻ്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് സ്നേഹമായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നു, അല്ലേ? അതിൽ എൻ്റെ സെൽഫ് കൺട്രോൾ എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഒരു പോൺ അഡിക്റ്റോ മാസ്റ്റർബേഷൻ അഡിക്റ്റോ ആണെങ്കിൽ എനിക്ക് സെൽഫ് കൺട്രോൾ ഇല്ല, എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എനിക്കില്ലാത്തത് അതിൽ എനിക്ക് സ്നേഹമല്ല, ഞാനൊരു ഗിഫ്റ്റ് അല്ല. അപ്പൊ ഐ കാനോട്ട് ഗീവ് വാട്ട് ഐ കാനോട്ട് ഡു നോട്ട് പൊസസ്. അപ്പൊ നമുക്ക് സെൽഫ് കൺട്രോളും ഇതും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും എൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഗിഫ്റ്റ് ആകാൻ എനിക്ക് പറ്റത്തില്ല. ഓക്കെ, ഇപ്പൊ എന്താണ് അഡിക്ഷൻ? ഓക്കെ, ഇപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മോക്കിങ്ങിലേക്കും ഡ്രഗ്സിലേക്കും ആൽക്കഹോളിലേക്കൊക്കെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, ഫോൺ മാത്രമല്ല. വെൻ യു ക്യാൻ സ്റ്റോപ്പ് യു ഡോണ്ട് വാണ്ട് ടു, വെൻ യു വാണ്ട് ടു സ്റ്റോപ്പ് യു കനോട്ട്. അതായത് തുടക്കകാലത്ത് എനിക്ക് നിർത്താൻ പറ്റുമായിരുന്നു, പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു ചെറിയ കാര്യമാണ്, വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് എപ്പോഴാണ് നിർത്താം, ഇപ്പൊ ഇതെങ്ങനെ പോയിക്കോട്ടെ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന് അഡിക്റ്റ് ആവും. അപ്പം നമുക്ക് അതിന്റെ ഇമ്പാക്ട് വരുമ്പോഴത്തേക്ക് അയ്യോ എനിക്ക് ഇന്ന് വെളിയിൽ വരണം, എങ്ങനെയെങ്കിലും നിർത്തണം. അപ്പം നമുക്ക് നിർത്താൻ പറ്റത്തൂല. സോ വെൻ യു ക്യാൻ സ്റ്റോപ്പ് യു ഡോണ്ട് വാണ്ട് ടു, വെൻ യു വാണ്ട് ടു സ്റ്റോപ്പ് യു കനോട്ട് സ്റ്റോപ്പ്. ദാറ്റ് ഈസ് അഡിക്ഷൻ. ജീവൻ അപ്പോൾ ഉത്ഭവിക്കുന്നു, ലൈഫ് ബിഗിൻസ് അറ്റ് കൺസെപ്ഷൻ. ഓക്കെ, ദൈവത്തിന്റെ ജനസിസ് 1:26 പറയുന്നു, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ അബോർഷനിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പം ഒരു കൊച്ചിന്റെ ഹാർട്ട് ബീറ്റ് എപ്പോഴാണ് തുടങ്ങുന്നത്? ആർക്കെങ്കിലും പറയാം? വെൻ ഡസ് എ ബേബീസ് ഹാർട്ട് സ്റ്റാർട്ട്സ് ബീറ്റിംഗ്? അമ്മയുടെ ഫസ്റ്റ് ട്രൈംസ്. ഓക്കെ, ഓൾമോസ്റ്റ് ശരിയാണ്. അതായത് 23 days, അതായത് കൺസെപ്ഷൻ കഴിഞ്ഞ് 17 to 21 days, 3 ആഴ്ചകൾക്കുള്ളിൽ ഒരു കൊച്ചിന്റെ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അത് നോർമലി അമ്മ പ്രഗ്നന്റ് ആകുന്നതിന് അതിന് മുമ്പ് തന്നെ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഏതെങ്കിലും സിറ്റുവേഷനിൽ അബോർഷൻ ചെയ്യാം, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഒരു കാരണവശാലും എന്ത് സിറ്റുവേഷനിലും ഒരു കൊച്ചിനെ അബോർട്ട് ചെയ്യാൻ കത്തോലിക്ക സഭ അനുവദിക്കുന്നില്ല. കാരണം അതൊരു ഇന്നസെന്റ് ഹ്യൂമൻ ബീങ് ആണ്. സയൻസ് പറയുന്നത് സിംഗിൾ സെൽ സൈഗോട്ട് ഒരു ഡെവലപ്പിംഗ് ഹ്യൂമൻ ബീങ് അല്ലേ? ആണോ? അതെ, അല്ല, Yes. അല്ല. അവിടെ നമ്മളാ ഡെഫിനേഷൻ മാറ്റണം.
സിംഗിൾ സെൽ സൈഗോട്ട് ഡെവലപ്പിംഗ് ഹ്യൂമൻ ബീങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഹ്യൂമൻ ബീങ് ആകുന്നിടം വരെ അതിനെ കൊല്ലാം എന്നാണ്. ഓക്കെ, സിംഗിൾ സെൽ സൈഗോട്ട് സയന്റിഫിക്കലി ഈസ് എ ഹ്യൂമൻ പേഴ്സൺ. ഡെവലപ്പിംഗ് ഹ്യൂമൻ ബീങ് അല്ല, ഓൾറെഡി ഒരു ഹ്യൂമൻ ബീങ് ആണ്. സിംഗിൾ സെൽ സൈഗോട്ട് ഈസ് എ ഹ്യൂമൻ ബീങ്. അത് ചുമ്മാ മിത്തല്ല, തിയോളജി അല്ല, സയൻസ് ആണ്. അതിന് എവിഡൻസ് ഉണ്ട്, പ്രൂഫ് ഉണ്ട്. എംബ്രിയോളജിസ്റ്റ് സ്റ്റഡി ചെയ്ത് കൺക്ലൂഡ് ചെയ്ത് ഇപ്പം വാട്ട് ഈസ് എ ഹ്യൂമൻ ബീങ് എന്നുള്ള ഡെഫിനേഷനിൽ നിന്ന് അവര് ട്രിം ഡൗൺ ചെയ്തപ്പോഴത്തേക്ക് ദേ ഫൗണ്ട് ദാറ്റ് സിംഗിൾ സെൽ സൈഗോട്ട് കംപ്ലീറ്റ്സ് ഓൾ ദ ക്രൈറ്റീരിയാസ് ടു ബി എ ഹ്യൂമൻ ബീങ്. ഓക്കെ, അപ്പൊ എവിഡൻസ് വേണം എന്നോട് ചോദിച്ചാൽ അതിന്റെ ഡോക്യുമെന്റ്സ് ഞാൻ അയച്ചു തരാം, എൻ്റെ കയ്യിലുണ്ടത്. ഓക്കെ, അപ്പൊ അപ്പം പിന്നെ ഒരു അമ്മയോ മദർ ഓർ ബേബി അമ്മയുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്, എന്ത് ചെയ്യും? അപ്പൊ ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. ഇവിടെ ചർച്ച പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷനിൽ അബോർഷൻ എന്താണ്? ഒരു കൊച്ചിനെ കൊല്ലണമെന്നുള്ള ഇന്റൻഷൻ, ചെയ്യുന്ന പ്രവൃത്തി ഡയറക്ട്ലി കൊച്ചിനെ കൊല്ലുന്നു. ഓക്കെ, ഇത് രണ്ടും തെറ്റാണ്. പക്ഷേ അമ്മേനെ സേവ് ചെയ്യാനായിട്ടുള്ള എന്ത് ട്രീറ്റ്മെന്റും ചെയ്യാൻ ഡോക്ടർക്ക് അനുവാദമുണ്ട്. ആ ട്രീറ്റ്മെന്റിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കൊച്ചു മരിച്ചു പോവുകയാണെങ്കിൽ അതിനെ അബോർഷനായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സ്പെസിഫിക് കേസാണ് എക്ടോപിക് പ്രഗ്നൻസി അല്ലെ ട്യൂബൽ പ്രഗ്നൻസി. കൊച്ചി ഇംപ്ലാന്റ് ചെയ്യേണ്ടത് യൂട്രസിലായിരുന്നു, അതിന് പകരം കൊച്ചു അമ്മയുടെ ഫലോപ്പിയൻ ട്യൂബിൽ ഇംപ്ലാന്റ് ആവും. ഫലോപ്പിയൻ ട്യൂബിൽ ഇംപ്ലാന്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൊച്ചു ഫലോപ്പിയൻ ട്യൂബിൽ നിന്ന് ന്യൂട്രീഷൻ എടുത്ത് വളരും, ഫലോപ്പിയൻ ട്യൂബ് റപ്ചർ ആവും, ബ്ലീഡിംഗ് ഉണ്ടാവും, അമ്മയും മരിക്കും, കൊച്ചും മരിക്കും. ഡോക്ടർ എന്താ ചെയ്യുന്നത്? ഡോക്ടർ ഈ ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് മാറ്റും. കട്ട് ചെയ്ത് മാറ്റുന്ന കൊച്ചിനെ കൊള്ളാനുള്ള ഇന്റൻഷൻ ആണോ? അല്ല, അമ്മയെ രക്ഷിക്കാനുള്ള ഇന്റൻഷൻ ആണ്. ഡയറക്ട്ലി കൊച്ചിനെ കൊല്ലുന്നുണ്ടോ? അതുമില്ല. ഫലോപ്പിയൻ ട്യൂബിലുള്ള കൊച്ചിനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അല്പസമയങ്ങൾക്കുള്ളിൽ ന്യൂട്രീഷൻ കിട്ടാത്തത് കൊണ്ട് കൊച്ച് ഒരു സ്വാഭാവിക മരണത്തിലേക്ക് പോകും. ഓക്കെ, അതേ സമയത്ത് ഇന്ന് നമുക്കൊരു മെഡിക്കൽ ടെക്നോളജി ഉണ്ടായിരുന്നു, ഫലോപ്പിയൻ ട്യൂബിലുള്ള കൊച്ചിനെ സേവ് ചെയ്യാമായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യണമായിരുന്നു. അപ്പം അമ്മയുടെ ലൈഫിനെ സേവ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഒരു കൊച്ചു മരിക്കുകയാണെങ്കിൽ അതിനെ അബോർഷൻ ആയിട്ട് സഭ കൺസിഡർ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ട്രീറ്റ്മെന്റ് ഡൺ ടു സേവ് ദ മദർ. ഓക്കെ, പിൽസ്, എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ്. ഒരു സ്ത്രീ ഒരു മാസത്തിൽ എത്ര ദിവസം സയന്റിഫിക്കലി പ്രഗ്നന്റ് ആകാൻ ചാൻസ് ഉണ്ട്? ഒരു ചോദ്യമാണ്. ആർക്കെങ്കിലും പറയാം? ഒരു മാസത്തിൽ ഒരു സ്ത്രീ സയന്റിഫിക്കലി എത്ര മാസം പ്രഗ്നന്റ് ആകാൻ എത്ര ദിവസം പ്രഗ്നന്റ് ആകാൻ ചാൻസ് ഉണ്ട്? 7 days. 8 to 10 days. 2 to 3 days. ആൻസർ ഇസ് 1 day. Oh, this. കാരണം ആൻസർ ഇസ് 1 day, ഒറ്റ ദിവസം. കാരണം ഒരു മാസത്തിൽ യൂഷ്വലി ഒറ്റ ഓവമേ റിലീസ് ആകത്തുള്ളൂ. ആ ഓവത്തിന് 24 hours ലൈഫ് സ്പാനേ ഉള്ളൂ. ഓക്കെ, ആ ഓവം ഉള്ള സമയത്ത് സ്പേം വന്നെങ്കിൽ സ്പേമിന് യൂഷ്വലി 3 to 5 days ലൈഫ് സ്പാൻ ഉണ്ട്. അപ്പൊ ആ ഓവം വന്ന സമയത്ത് സ്പേം ഉണ്ടെങ്കിൽ മാത്രമേ ഫ്യൂഷൻ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ടെക്നിക്കലി ഒറ്റ ദിവസേ ഒരു മാസത്തിൽ സ്ത്രീ പ്രഗ്നന്റ് ആകാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ ഈ ഓവുലേഷൻ എന്ന് നടക്കുന്നത് നമുക്കറിയത്തില്ല. അതാണ് അതിൻ്റെ ട്രിക്കി കാര്യം. ഓക്കെ, അപ്പം IPL എന്താണ്? എമർജൻസി കോൺട്രസെപ്റ്റീവ് പിൽ എന്ന് പറയും. പക്ഷെ പലപ്പോഴും IPL ചെയ്യുന്ന അബോർഷൻ ആണ്. കാരണം ഒരു ഇന്റർകോഴ്സ് നടന്നതിന് ശേഷം ഓൾറെഡി ഫ്യൂഷൻ നടന്നതിന് ശേഷം IPL കഴിക്കുകയാണെങ്കിൽ ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് ഗെറ്റിംഗ് പ്രഗ്നന്റ് ദാറ്റ് ഈസ് ഡൂയിങ് ആൻ അബോർഷൻ. അതേ സമയത്ത് ഫ്യൂഷൻ നടക്കുന്നതിന് മുമ്പ് IPL കഴിക്കുകയായിരുന്നെങ്കിൽ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ കോൺട്രസെപ്റ്റീവ്. ഈ എന്താണെങ്കിലും രണ്ട് മാരകമാണ്. പിന്നെ അക്കോർഡിംഗ് ടു WHO IPL ഇസ് കൺസിഡേർഡ് ആസ് നമ്പർ 1 കാർസിനോജൻ, ക്യാൻസർ കോസിംഗ്. ഓക്കെ, IPL കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. മദർ തെരേസ പറയുന്നുണ്ട്, ഒരു അമ്മയ്ക്ക് സ്വന്തം കൊച്ചിനെ കൊല്ലാമെന്ന് നമുക്ക് പറയാമെങ്കിൽ എങ്ങനെ മനുഷ്യരോട് മറ്റുള്ളവരെ കൊല്ലരുത് എന്ന് നമുക്ക് പറയാൻ പറ്റും? ഗാന്ധിജി പറയുന്നുണ്ട് അബോർഷൻ ഒരു തിന്മയാണെന്ന് പറയാൻ എനിക്കൊരു സംശയമില്ല എന്നുള്ളത്. എന്തൊക്കെയാണ് സെക്ഷൽ ഇമ്മൊറാലിറ്റി? മോർട്ടൽ സിൻസ് ആണ് കോൺട്രസെപ്ഷൻ, സ്റ്റെറിലൈസേഷൻ, മാസ്റ്റർബേഷൻ, ഹോമോസെക്ഷുവാലിറ്റി, പോർണോഗ്രഫി, എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്, പ്രീ മാരേജ് സെക്സ്. ചർച്ച് പറയുന്നത് എന്താണ്? ചർച്ച് സേസ് സെക്സ് എന്താണ് സെക്സിന്റെ പർപ്പസ്? സെക്സിന് 2 പർപ്പസ് ഉള്ളത്, ദ യൂണിറ്റീവ് ആൻഡ് പ്രോക്രിയേറ്റീവ്. യൂണിറ്റീവ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ യോജിപ്പിക്കുന്ന പ്ലഷർ ആസ്പെക്ട്. പ്രോക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന ആസ്പെക്ട്. ചർച്ച് പറയുന്ന എല്ലാ സെക്ഷൽ ആക്ടിലും യൂണിറ്റീവും പ്രോക്രിയേറ്റീവ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കണം. ഒന്നിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം യൂണിറ്റീവ് ആസ്പെക്ട് ഉള്ള എന്നാൽ പ്രോക്രിയേഷൻ ഇല്ലാത്ത ഒരു സെക്ഷൽ ആക്ടിവിറ്റി എന്താണ്? ഫോർ എക്സാമ്പിൾ പറയാം പെട്ടെന്ന്. കോൺട്രാസെപ്ഷൻ ആണ്. ഓക്കെ, കോൺട്രാസെപ്ഷനിൽ പ്ലഷർ ഉണ്ട്, പ്രോക്രിയേഷൻ ഇല്ല. പിന്നെ വേറെ സംഭവം ആക്ട് അല്ല,
അതൊരു പ്രവൃത്തിയാണ്, ഒരു ഇവന്റ് ആണ്. പ്രോക്രിയേഷൻ ഉണ്ട്, എന്നാൽ യൂണിറ്റീവ് അല്ല, വിച്ച് ഇസ് IVF, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, രണ്ടും തെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത്, നമ്മൾ കല്യാണം കഴിയുമ്പോൾ പറയുന്നത് മിശിഹായുടെ നിയമം തിരുസഭയുടെ നടപടികളും അനുസരിച്ച് ഞാൻ ഇവളെ ഭാര്യയിലെ ഭർത്താവെ സ്വീകരിക്കാം. അപ്പൊ ഞാൻ ഈ പറയുന്നത് മിശിഹായുടെ നിയമം തിരുസഭയുടെ നടപടികളാണ്. അതായത് ഓപ്പൺ ടു ലൈഫ്, യൂണിറ്റീവ്, പ്രോക്രിയേറ്റീവ്, എല്ലാ സെക്ഷൽ ആക്ടും ഷുഡ് ബി ബോത്ത് യൂണിറ്റീവ് ആൻഡ് പ്രോക്രിയേറ്റീവ് എന്നുള്ളത് നമ്മൾ വാക്കുകൊടുത്താണ് സഭയിൽ കല്യാണം കഴിച്ചപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ പൂർത്തിയാക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് മാരേജ് എന്താണ്? പ്രോക്രിയേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ഓഫ്സ്പ്രിങ്. കുട്ടികൾക്ക് ജന്മം കൊടുക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് മാരേജ്. അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ സമയം പോകും. ഓക്കെ, ഇത് ഇച്ചിരി സമയം പോകണേ, ഓടിച്ചുവിടാം. ഓക്കെ, സോറി. ഓക്കെ, ഇപ്പൊ ഒരു കത്തിയുടെ പർപ്പസ് എന്താണ്? അരിയ, നമുക്ക് കറി വെക്കാൻ ഹെൽപ്പ് ചെയ്യുക. പക്ഷെ കത്തി എന്തിനൊക്കെ ഉപയോഗിക്കാം? ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കാം. സെക്സ് അതുപോലെയാണ്. സെക്സിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പസ് ഉണ്ട്, ലവ് ആൻഡ് പ്രോക്രിയേഷൻ. പക്ഷെ സെക്സ് തെറ്റിനും ഉപയോഗിക്കാം. അപ്പം ഇത് യൂട്രസ് ആണ്. യൂട്രസിന്റെ പർപ്പസ് എന്താണ്? കുട്ടികൾക്ക് ജന്മം കൊടുക്കുക. ഒരു സ്ത്രീക്ക് യൂട്രസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും ജീവിക്കാൻ പറ്റും. അപ്പൊ യൂട്രസ് കൊടുത്തിരിക്കുന്നതിന്റെ ഒറ്റ പർപ്പസ് എന്താണ്? ഓൺലി പർപ്പസ് ഓഫ് ദ യൂട്രസ് ഈസ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക. ഓക്കെ, പെനീസിന്റെ പർപ്പസ് എന്താണ്? ആശേഷേ, പെനീസിന്റെ പർപ്പസ് എന്താ? എന്താ? ഏതാ? ഫെർട്ടിലൈസേഷൻ. പിന്നെ യൂറിനേഷൻ, രണ്ടും ഉണ്ട്. അപ്പൊ നമ്മൾ യൂറിനേഷൻ അല്ല പർപ്പസ്. കാരണം സ്ത്രീകൾക്ക് ഇത്രയും ലോങ് ആയിട്ടുള്ള പെനീസ് അല്ല, ഒരു 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 പിന്നെ ബോഡി സ്ട്രക്ചർ അല്ലല്ലോ, ചെറിയ ദ്വാരമല്ലല്ലോ. അപ്പം പെനീസിന് ഇത്ര ലെങ്ത് കൊടുത്തിരിക്കുന്ന ഒറ്റ പർപ്പസേ ഉള്ളൂ, ഫെർട്ടിലൈസേഷൻ. അതായത് വജൈനക്കുള്ളിലേക്ക് പോയി സ്പേം ഡെപ്പോസിറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ഓൺലി പർപ്പസ് ഓഫ് പെനീസ്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ്? സ്പേം വേറെ ഒരിടത്തും സ്പില്ല് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് എ മോർട്ടൽ സിൻ. അതായത് ഒരു ഭർത്താവിന്റെ സ്പേം വെളിയിലോ ബോഡിയിലോ നിലത്തോ മനഃപൂർവ്വം സ്പില്ല് ചെയ്യുന്നത്, വജൈനക്കുള്ളിലല്ലാതെ വേറെ എവിടെയെങ്കിലും സ്പില്ല് ചെയ്യുന്നത് മാരക പാപമായിട്ടാണ് സഭ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രസെപ്ഷൻ. ഓക്കെ, അപ്പോഴത്തേക്ക് അപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും കുട്ടികൾ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അല്ല, സഭ പറയുന്നത് എത്ര കുട്ടികൾ ഉണ്ടാവണം അതും സഭ പറയുന്നില്ല. സഭ പറയുന്നത് വി ഷുഡ് ഫോളോ റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ്. എന്താണ് റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ്? എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് എനിക്ക് എത്ര കുട്ടികൾക്ക് തുറവി ഉണ്ടാകാൻ സാധിക്കുമോ അത്രയും കുട്ടികൾക്ക് ഞാൻ തുറവി ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കൊച്ചുണ്ടായതേ ഉള്ളൂ, അടുത്തൊരു ഒരു വർഷത്തേക്ക് ഒരു റെസ്റ്റ് വേണം, അല്ലെങ്കിൽ അത് വേണം, ഒരു ഗ്യാപ്പ് വേണം. അത് സഭ അനുവദിക്കുന്നുണ്ട്. ആ സമയത്ത് സഭ അനുവദിക്കുന്ന മെത്തഡോളജിയാണ് നാച്ചുറൽ ഫാമിലി പ്ലാനിങ്, അല്ലെങ്കിൽ സ്വാഭാവിക കുടുംബാസൂത്രണം, നാച്ചുറൽ ഫെർട്ടിലിറ്റി അവയർനെസ്. അതായത് ഒരു വുമന്റെ നാച്ചുറൽ ഫെർട്ടിലിറ്റി സൈക്കിൾസിൽ 28 പീരിയഡ് സൈക്കിൾ ആണെങ്കിൽ ആദ്യത്തെ ഒരു 8 ദിവസവും അവസാനത്തെ ഒരു 8-10 ദിവസവും ഒരു വുമൺ ഇൻഫെർട്ടൈൽ ആണ്. എന്നാൽ യൂഷ്വലി ഓവുലേഷൻ നടക്കുന്ന 14, 15, 16, 17 ഏതോ ദിവസങ്ങളിലായിരിക്കും. അപ്പോഴത്തേക്ക് ആ സമയങ്ങളിൽ അവർ ബന്ധപ്പെടുന്നത് ഇറ്റ് ഈസ് അലൗഡ് ആസ് എ നാച്ചുറൽ ഫാമിലി പ്ലാനിങ്. അപ്പൊ നമുക്ക് എപ്പോ വേണേൽ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് ഉപയോഗിക്കാവോ? പാടില്ല. സഭ പറയുന്നത് എന്തെങ്കിലും കാര്യമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ NFP ഉപയോഗിക്കാവുള്ളൂ. NFP ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. എനിക്കൊരു കാരണവും ഇല്ല, എനിക്കൊരു അടുത്ത കുഞ്ഞിന് തുറവി ഉണ്ടാകാൻ പോസിബിലിറ്റി ഉണ്ട്, എന്നിട്ട് ഞാൻ NFP ഉപയോഗിക്കുകയാണെങ്കിൽ ചർച്ച് കൺസിഡേർഡ് ഈസ് ഈക്വലന്റ് ടു എ കോൺട്രസെപ്റ്റീവ് മെന്റാലിറ്റി. ഓക്കെ, അതാണ് ചർച്ച് ടീച്ചിങ്. അൺഹോളി ട്രിനിറ്റി, ഗർഭനിരോധനം, മന്ദീകരണം എന്ന ഗർഭചിത്രം. ഓക്കെ, ഓടിച്ചുവിടാം. അപ്പം നമ്മുടെ ശരീരം ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു തിയോളജി, ഓപ്പോസിറ്റ് ഓഫ് ലവ് ഈസ് നോട്ട് ഹെയ്റ്റ്, ഇറ്റ് ഈസ് ടു യൂസ്. ഇപ്പൊ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കോൺട്രസെപ്ഷൻ ഉപയോഗിച്ച് സെക്സ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സ്നേഹം എന്താണ്? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നു, എല്ലാം. പക്ഷെ കോൺട്രസെപ്ഷൻ എന്ന് പറയുന്നതാണ് എനിക്ക് സുഖം കിട്ടണം, പക്ഷേ ഐ എം നോട്ട് റെസ്പോൺസിബിൾ ടു അക്സെപ്റ്റ് ദ ചൈൽഡ്. അപ്പൊ എന്താണ്? എൻ്റെ ഭാര്യനെ എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഒരു വസ്തുവായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. എന്നെ തന്നെ പൂർണ്ണമായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല, എൻ്റെ ഫെർട്ടിലിറ്റിനെ പിടിച്ചു വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അതൊരിക്കലും സ്നേഹമല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യനെ പൂർണ്ണമായിട്ടും കൊടുക്കുന്നു, എൻ്റെ ഭാര്യ എന്നെ ഫുള്ളായിട്ട് എനിക്ക് തരുന്നു, അതാണ് സ്നേഹം.
അപ്പം കോൺട്രസെപ്ഷൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അവിടെ ഇറ്റ് ഇസ് നോട്ട് ഐ ലവ് യു, ഐ യൂസ് യു. ഞാൻ എൻ്റെ സ്വന്തം സുഖത്തിന് വേണ്ടി എൻ്റെ ഭാര്യനെ അല്ലെ ഭർത്താവിനെ ഉപയോഗിക്കുന്നു. അതാണ് തിയോളജിക്കലി ലവിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ challenges faced in marital sexuality. ഓക്കെ ഒരു മെയിൻ ചലഞ്ച് ഞാൻ പറയാം. പല ഭാര്യമാർക്കും ഓർഗാസം ഉണ്ടാകാറില്ല, രതിമൂർച്ച. അത് ഭർത്താക്കന്മാർ അറിയാറുമില്ല. അതൊരു വലിയ ഇഷ്യൂ ആണ്. ഒരു ആണിന് ഓർഗാസം വരിക എന്ന് പറഞ്ഞാൽ വളരെ നോർമലാണ്, പെട്ടെന്നുണ്ടാവും. പക്ഷെ ഒരു ഭാര്യയ്ക്ക് രതിമൂർച്ച ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷെ അത് ഒരു സെക്ഷൽ ആക്ടില് ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താവ് ഉറപ്പ് വരുത്തണം അവർക്ക് രതിമൂർച്ച ഉണ്ടാകുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ അത് വലിയ ഇഷ്യൂസിലേക്ക് ഭാവിയിൽ പോകാം. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഇതൊക്കെ വലിയ കുടുംബങ്ങളാണ്. ഇത് വേറെ കാര്യമാണ്. ഇത് ഈ ഫാമിലിക്ക് 9 കുട്ടികളുണ്ട്. 9 കുട്ടികളും സിസേറിയനിലൂടെ ഉണ്ടായവരാണ്. നമ്മുടെ നാട്ടിലൊരു മിത്തുണ്ട്, 3 സിസേറിയൻ കഴിഞ്ഞാൽ യൂട്രസ് പൊട്ടിപ്പോകുന്നുള്ളത്. അത് വെറുതെ പറയുന്നതാണ്, അതിനകത്ത് ഒരു കാര്യമില്ല. ഈ സ്ത്രീയുടെ 9 കുട്ടികളും സിസേറിയനിലൂടെ ഉണ്ടായതാണ്. ഓക്കെ, അത് ചെയ്ത ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്, പിന്നെ മരിയ തെരേസ ഹോസ്പിറ്റൽ, കുഴുക്കാട്ടുശ്ശേരി, മാള. ഓക്കെ, ഇത് പിന്നെ ആരെങ്കിലും സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റീകാനലൈസേഷൻ, തിരിച്ച് തുന്നിപ്പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. IVF തെറ്റാണ്, ഒരു മാരകപാപാണ്. നമുക്ക് കുട്ടികൾ ഉണ്ടായില്ലെങ്കിലും IVF-ലേക്ക് പോകുന്നത് മാരകപാപാണ്. ഒരു IVF-ൽ മൾട്ടിപ്പിൾ അബോർഷൻസ് നടക്കാറുണ്ട്. ഓക്കെ, അവസാനത്തെ തന്നെ ടോപ്പിക്കാണ് പേരന്റിങ്. ഓക്കെ, നമ്മൾ പല പേരന്റിങ് കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇതൊരു ഡിഫറെന്റ് ടോപ്പിക് ഓഫ് പേരന്റിങ് ആണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുട്ടികളുടെ സെക്ഷുവാലിറ്റിയുടെ ഫ്യൂച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ പേരന്റിങ് ആണ്. ഞാനൊരപ്പനാണ്, ഞാൻ വീട്ടിലുണ്ടാകാം, ഉണ്ടായിട്ടും എനിക്ക് വീട്ടിലില്ലാതിരിക്കാം. ഞാൻ എൻ്റെ കുട്ടികൾക്ക് എൻ്റെ മസ്കുലിൻ, എൻ്റെ സ്നേഹം, ഒരാണിൻ്റെ സ്നേഹം കൊടുക്കുന്നില്ലെങ്കിൽ ആ എല്ലാ കുട്ടികളും അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം ആഗ്രഹിക്കുന്നു. അവരുടെ ഉള്ളിൽ തന്നെ ദാഹമുണ്ട്. ഓക്കെ, ആലോചിച്ച് നോക്കുക, ഞാൻ എൻ്റെ മകന് ഒരപ്പൻ്റെ നിന്ന് കിട്ടുന്ന സ്നേഹം ഞാൻ കൊടുക്കുന്നില്ല. എന്ത് പറ്റുന്നു? അവൻ ഇതറിയാതെ വളരുന്നു, അവനുള്ളിൽ ഈ ദാഹം വളരുന്നു. അവൻ കുറച്ച് കഴിഞ്ഞ് സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ വേറൊരു ഫ്രണ്ട് അവനെ നന്നായിട്ട് സ്നേഹിക്കുന്നു. അപ്പം എൻ്റെ അഭാവത്തിലുള്ള എൻ്റെ സ്നേഹത്തിന്റെ അഭാവം അവനിൽ ഒരു ഡിസ്റ്റോർട്ടഡ് ലവിനെ ഉണ്ടാക്കും. അത് നല്ല സ്നേഹത്തിനെ ഡിസ്റ്റോർട്ട് ചെയ്യും. എന്നിട്ട് അവൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന സ്നേഹം സ്വീകരിച്ച് എൻ്റെ അഭാവത്തിലുള്ള ആ സ്നേഹം ആ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ നോക്കുന്നു. അങ്ങനെ ഫ്രണ്ടുമായിട്ട് അറ്റാച്ച്ഡ് ആകുന്നു. അവിടെ ഗേ റിലേഷൻഷിപ്സ് ഉണ്ടാകുന്നു. അപ്പൊ പേരന്റിങ് ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് എ ചൈൽഡ്സ് സെക്ഷുവൽ ഫ്യൂച്ചർ. ഇംപ്രോപ്പർ പേരന്റിങ് ഒരു കുട്ടിയുടെ സെക്ഷുവാലിറ്റിനെ തകർക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ശരിക്കുള്ള സ്റ്റഡീസ് കേട്ടോ. ഓക്കെ, നമുക്ക് അവസാനം എൻഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് എന്താണ് ജീവിതത്തിൽ വേണ്ടത്? വി ഓൾ വാണ്ട് ഹാപ്പിനെസ് ആൻഡ് ജോയ് ഇൻ ലൈഫ്, അല്ലേ? അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വെളി വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ടാകാം, ഇല്ലായിരിക്കാം. ഉണ്ടെങ്കിൽ നമ്മൾ പ്രെയർ, നമ്മൾ സാക്രമെന്റ്സ്, ഉറച്ച തീരുമാനങ്ങൾ. ഓക്കെ, പിന്നെ നമുക്ക് പല മെത്തേഡ്സ് ഓഫ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ അഡൾട്ട്ഹുഡിലെ മെയിൻ ഇഷ്യൂസ് വരുന്ന 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് അബ്യൂസ്, അല്ലാതെ ഒരു ബാഡ് പേരന്റിങ് ഇമ്പാക്ട്. ഈ 2 കാര്യങ്ങളാണ് മെയിനിലുണ്ട്. പക്ഷെ എങ്കിൽ പോലും വി ആർ റെസ്പോൺസിബിൾ ഫോർ അവർ ആക്ഷൻസ്. നമ്മുടെ ആക്ഷൻസ് നമ്മൾ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട് ചർച്ചിൽ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സഡസ് 90 ആണുങ്ങൾക്കുള്ള ഒരു ടെക്നിക്കാണ്. ഇപ്പൊ നമ്മളുടെ നിങ്ങൾ ഈ മാസത്തെ കൈറോസ് മാഗസിൻ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് LGBTQ-നെ കുറിച്ചും പേരന്റിങ്ങിനെ കുറിച്ചും ഒക്കെ നല്ല ആർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ലിവിങ് വാട്ടേഴ്സ് എന്നത് വളരെ ബ്യൂട്ടിഫുൾ ട്രെയിനിങ് മെത്തഡോളജിയാണ് ഓൺ സെക്ഷൽ ആൻഡ് റിലേഷൻഷിപ്പ് ഹീലിംഗ്. ഭയങ്കര പവർഫുൾ മെത്തഡോളജിയാണ്. 5 ഡേ ട്രെയിനിങ് ആണത്. മാഗ്നിഫൈ 90 പെണ്ണുങ്ങൾക്കുള്ള വേറെ മെത്തഡാണ്. വേറെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലുള്ള മെത്തഡ് അൺബൗണ്ട് എന്ന് പറഞ്ഞ ടെക്നിക്ക്. ഇതൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമാസിൽ നിന്നൊക്കെ നമ്മളെ ഹീൽ ചെയ്യാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്സ് ആണ്. ഓക്കെ, അവസാനം എൻഡ് ചെയ്യാണ്. നമ്മുടെ വൂണ്ട് നമ്മുടെ തെറ്റല്ലായിരുന്നു. വൂണ്ട് ഇസ് നോട്ട് അവർ ഫോൾട്ട്. പക്ഷേ ഹീലിംഗ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി. ഹീൽ ചെയ്യാനുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ അതിലേക്കുള്ള പ്രവർത്തികൾ ചെയ്യണം. ഓക്കെ, എന്തായാലും നമ്മുടെ മുമ്പിൽ 2 ചോയ്സസ് ഉണ്ട്, റൈറ്റ് വേ ഓർ റോങ് വേ. എന്ത് ചോയ്സ് എടുത്താലും ഐ ഹാവ് ടു ആക്സെപ്റ്റ് ദ കോൺസിക്വൻസ് ഓഫ് ദ ചോയ്സ്. ഓക്കെ, ഇപ്പൊ ചൂസ് ലൈഫ്. ഇപ്പൊ നമ്മൾ ഈ ഇങ്ങനത്തെ ഗ്രൂപ്പുകളിലും നമ്മൾ സ്പിരിച്വലായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ഈവിളിന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പാടാണ്. കാരണം നമ്മളൊരു നല്ല കമ്മ്യൂണിറ്റിയിലാണ്. ഓക്കെ, അപ്പൊ ഡോണ്ട് വറി, ഗോഡ് ക്യാൻ ഹീൽ യു ആൻഡ് സേവ് യു.
ഓക്കെ, നമ്മൾ എന്ത് പാസ്റ്റ് ഉണ്ടെങ്കിലും ഫൊർഗെറ്റ് അബൌട്ട് ഇറ്റ്. ഇന്ന് തീരുമാനം എടുക്കുക, ഞാൻ നല്ല രീതിയിൽ ജീവിക്കും എന്നുള്ളത്. ഉറപ്പായിട്ടും ദൈവം നമ്മളെ ഹീൽ ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പ്രോ ലൈഫിന് വേണ്ടിയിട്ട്? നിങ്ങൾ ടീൻസ് ആണെങ്കിൽ ടീൻസ് ഫോർ ലൈഫ്, ഈ ഒരു ടീൻസിലേക്ക് ഈ ടീച്ചിങ്സ് ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ച് കൊടുക്കാം. യൂത്ത് ആണെങ്കിലും നിങ്ങളുടെ സെക്ഷുവാലിറ്റി അങ്ങനെ കൊടുക്കാം. മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ പല മാരേജ് ഫാമിലീസിലേക്ക് ഇങ്ങനത്തെ പഠനങ്ങൾ കൊടുക്കാം. നിങ്ങൾക്ക് പ്രീ മാരേജ് കോഴ്സുകൾ റിസോഴ്സുകളാകും. അച്ഛന്മാരും സിസ്റ്റേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ കമ്മ്യൂണിറ്റീസിൽ ഈ ബിൽഡിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിലൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം താങ്ക് യു. എൻ്റെ പേര് ഡിനോ, എൻ്റെ ടീം മെമ്പറാണ് എസ്മിൻ. അവൾ ഭയങ്കര മിടുക്കായിട്ടുള്ള പെങ്കൊച്ചാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കോൺടാക്ട്സോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമുക്കടുത്തൊരു ക്വസ്റ്റൻ ആൻസറിലേക്ക് പോകാം. കുറച്ച് സമയമുള്ളൂ, സോറി ഞാൻ കുറച്ച് സമയം എടുത്തു. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെ ചാറ്റിലൂടെ ചോദിക്കാം. ഇതർ വേസ് എനിക്കറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞു നോക്കാം. ചേട്ടാ ചാറ്റിൽ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എപ്പോഴെങ്കിലും സെക്സിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. അത് നമ്മൾ ഭാര്യയും ഭർത്താവും കൂടെ യോജിച്ച് എടുക്കേണ്ട തീരുമാനമാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ഏതെങ്കിലും പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് വേണ്ടി ഒരു സാക്രിഫൈസ് ആയിട്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമുള്ള ഒരു ഡിസിഷനാണ്. അല്ലാതെ ഇന്ന സമയത്ത് നിൽക്കണം എന്നുള്ള അങ്ങനെ ഒരു റൂളോ ക്രൈറ്റീരിയ ഒന്നുമില്ല. അത് നിങ്ങളായിട്ട് തന്നെ തീരുമാനിച്ചെടുക്കേണ്ട ഒരു ഡിസിഷനാണ്. വേറെന്തായിരുന്നു? വാട്ട് ഇസ് ടെസ്റ്റിംഗ് ഓൺ സെക്സ് യൂസിങ്? ഓഫ് കോഴ്സ് കോണ്ടം മാരകപാപമാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. എനി ഫോം ഓഫ് കോൺട്രസെപ്ഷൻ, കോണ്ടംസ്, ഐ പിൽസ്, കോൺട്രസെപ്റ്റീവ് ഡിവൈസസ്, ഇൻട്രായൂട്രൈൻ ഡിവൈസസ്, കോപ്പർ ടീസ്. എന്തിന്? ഒരു ഇന്റർകോഴ്സിന്റെ സമയത്ത്, എജാക്കുലേഷന്റെ സമയത്ത് പെനീസ് വിഡ്രോ ചെയ്ത് സ്പേം വെളി കളയുന്നതും കോൺട്രസെപ്ഷൻ ആണ്. അതൊരു നാച്ചുറൽ ഫാമിലി പ്ലാനിങ് അല്ല. ഓക്കെ, അതായത് ഒരു നോർമൽ ഭാര്യയായിട്ടുള്ള ഇന്റർകോഴ്സിൽ ഋതുമൂർച്ചയുടെ സമയത്ത് ഭർത്താവ് തന്റെ പെനീസ് വെളിയിലെടുത്ത് സ്പേം വെളി കളയുന്നത് ഈസ് കോൺട്രസെപ്ഷൻ, മാരകപാപമാണ്, ചെയ്യാൻ പാടില്ല. ഓക്കെ, ഓക്കെ യെസ്, നമ്പർ ഞാൻ അയച്ചു. ഓക്കെ ഓക്കെ, ഇപ്പൊ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ ഓൾറെഡി ഇട്ടിരുന്നു. ഞാൻ ഒന്നുകൂടെ എൻ്റെ ചാറ്റിൽ കാണുന്ന നമ്പർ. യെസ്, എന്നെ കോൺടാക്ട് ചെയ്യാൻ ഒന്നുകൂടെ ഇടാം. ഡൗട്ടുകൾ ചോദിക്കാം കേട്ടോ, പെട്ടെന്ന് നമുക്ക് ചോദിക്കാവേ. യെസ്, നമുക്കൊരു 10 മിനിറ്റ് ഉണ്ട് ഏകദേശം, പെട്ടെന്ന് ചോദിക്കാം. ചേട്ടാ എനിക്ക് 2 ഡൗട്ട് ഉണ്ടായിരുന്നേ. കേൾക്കാലോ അല്ലേ? പെട്ടെന്ന് ചോദിച്ചു. ആ, ഒന്നാമത്തേത്, നമ്മൾ റേപ്പ് കേസിൽ ഒരാൾ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് അത് അബോർട്ട് ചെയ്യുന്നത് തെറ്റാണോ? എങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത്? ഏത് സിറ്റുവേഷനിലും അബോർട്ട് ചെയ്യുന്നത് തെറ്റാണ്. ഓക്കെ, ഓക്കെ, അമ്മയുടെയും കൊച്ചിന്റെയും കേസ് പോലും ഞാൻ പറഞ്ഞത് അബോർഷൻ അല്ല. ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൊച്ചു സാവധാനം മരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ കേസ് പോലെ അബോർഷൻ ചെയ്തിട്ടാണ്. റേപ്പിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റേപ്പ് ചെയ്തുകൊണ്ട് അല്ല, അബോർഷൻ ചെയ്തുകൊണ്ട് ആ പെണ്ണ് അൺറേപ്ഡ് ആവുമോ? ഇല്ല. ഓക്കെ, അബോർഷൻ ചെയ്തുകൊണ്ട് ആ പെണ്ണ് പ്രഗ്നന്റ് അല്ലാതാകുമോ? അതും ഇല്ല. ഓൾറെഡി പ്രഗ്നന്റ് ആണ്, അല്ലേ? അപ്പൊ നമുക്കുള്ള ഓപ്ഷൻ, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒബ്വിയസ്ലി ആ പെൺകൊച്ചിന്റെ മേലെ ഒരു വലിയ പ്രശ്നമാണ്. അബോർഷൻ ചെയ്യുന്നത് കൂടുതൽ ട്രോമയിലേക്ക് കൊണ്ടുപോകും. നമ്മൾ പറയുന്നത് കണ്ടിന്യൂ ദ പ്രഗ്നൻസി, കൊച്ചിനെ ഡെലിവറി ചെയ്യുക, എന്നിട്ട് കൊച്ചിനെ അഡോപ്ഷൻ കൊടുത്തോ, കൊച്ചിനെ കൊല്ലരുത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ചോദിച്ച മോളുടെ പേര് എനിക്കറിയത്തില്ല, മോളോട് ഞാൻ പറയണം, ഫോർ എക്സാമ്പിൾ മോളുടെ അപ്പനൊരു നല്ല വ്യക്തിയാണ്, എനിക്കറിയാം, പറയണ നിന്റെ അപ്പൻ ചീത്ത ആയതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലാൻ തീരുമാനിച്ചു. അത് ശരിയാണോ? അല്ല. റേപ്പിൽ അത് തന്നെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പൻ ചെയ്ത തെറ്റിന് കൊച്ചിനെ കൊല്ലുന്നു, അല്ല? ശരിയാണോ? അല്ല. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്ത് റേപ്പ് കൂടാൻ കാരണം അബോർഷനാ. നാളെ റൂൾ വന്ന് നോക്കിയേ, അബോർഷൻ ചെയ്ത വ്യക്തി കൊച്ചിന്റെ ജീവിതകാലം മൊത്തം ചെലവ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്നെ എടുക്കും? റേപ്പ് നിൽക്കും. അബോർഷൻ ചെയ്യുമ്പോൾ എവിഡൻസ് ഇല്ല. ഓക്കെ, അത് രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? രണ്ടാമത്തെ ചോദ്യം, ഏകസ്ഥ ജീവിതം ശരിയാണോ തെറ്റാണോ? അത് ചർച്ചിന്റെ സ്റ്റഡീസ് എങ്ങനെയാണ്? ചർച്ചിൻ സ്റ്റഡീസിൽ ഏകസ്ഥ ജീവിതം ഉണ്ട്, പക്ഷെ അത് നമ്മൾ ഡിസേൺ ചെയ്ത് ഒരു മിഷൻ ഫോക്കസ്ഡ് ആയിരിക്കണം. അത് ചുമ്മാ എന്റെ സന്തോഷത്തിന്റെ ഏകസ്ഥ ജീവിതത്തിൽ പ്രശ്നമുണ്ട്. ഓക്കെ, അങ്ങനെയല്ല. നമുക്കൊരു പ്രോപ്പർ മിഷൻ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ഇവൻ ജീസസ് യൂത്തിൽ പോലും ഞങ്ങൾക്ക് 4 പെൺപിള്ളേരുണ്ട് ഏകസ്ഥ ജീവിതം നയിക്കുന്നവർ. അവർ വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു വൊക്കേഷൻ എടുത്ത് ചർച്ചിന്റെ അപ്രൂവലോടെ ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ തെറ്റില്ല. പക്ഷെ നമ്മളത് ഡിസേൺ ചെയ്ത് ഒരു ചില റിലീജിയസ് ആൾക്കാരുടെ ഡിസേൺമെന്റ് എടുത്ത് പ്രാർത്ഥിച്ച് ഒരു മിഷൻ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യണമെന്നാണ് അതിന്റെ പർപ്പസ് കാണണം ഏകസ്ഥ ജീവിതത്തിൽ. ഓക്കെ, is it sin to say not to sex because husband is drunk?
ഭർത്താവ് കള്ളു കുടിച്ചോണ്ട് നോട്ട് ടു സെക്സ് സിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ. അതൊരു സിന്നാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അല്ല, ഓക്കെ, ഞാൻ ഓക്കെ, ഭർത്താവ് കള്ളു കുടിച്ചു വന്നു, സെക്സിന് ചോദിച്ചു, അത് നോ പറയുന്നത് സിന്നല്ല. ഓക്കെ, സിന്നല്ല. എന്നാൽ നോ പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യം. ഓക്കെ, അപ്പം ഓഫ് കോഴ്സ് അത് ഭർത്താവിന് ആ ഒരു ഇൻഫ്ലുവൻസിലാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യു ക്യാൻ അവോയ്ഡ് ആൻഡ് ടെൽ നോ. അതൊരു പാപമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പക്ഷെ അത് സെപ്പറേറ്റഡ് ഭർത്താവ് ഡീൽ ചെയ്യേണ്ടി വരും. ഓക്കെ, എന്നോട് പേഴ്സണലി ചോദിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, വെൻ ടു ഗിവ് പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ ടു ചൈൽഡ്. ഓഫ് കോഴ്സ് നമ്മളൊരു വളരെ ചെറിയ പ്രായം മുതൽ, അതായത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക് അല്ല കൊച്ചിന് കൊടുക്കേണ്ടത്. കൊച്ചിന് കൊടുക്കേണ്ടത് കൊച്ചിന്റെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീച്ചിങ് ആണ്. ഓക്കെ, ഒരു 6 വയസ്സിൽ വെച്ച് എങ്ങനെയാ കൊച്ചുണ്ടാകുന്നത് പറയാം. അപ്പ അമ്മയും കെട്ടിപ്പിടിച്ചപ്പോൾ അപ്പ അമ്മയുടെ സ്നേഹത്തിൽ ഈശോ ഒരു മാലാഖയെ കൊണ്ടുവന്ന് അമ്മയുടെ വയറ്റിൽ കൊച്ചിനെ വെച്ചു. ആ കൊച്ചിന് അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷൻ അതാ. അപ്പൊ ഓരോ പ്രായത്തിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾ പിള്ളേർക്ക് കൊടുക്കണം. അല്ലാതെ കൊച്ചിനോട് ഞങ്ങൾ ഇന്റർകോഴ്സ് ചെയ്തു സുഖം ഒന്നല്ല പറയേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതി കൊടുക്കണം. ഓക്കെ, when we can identify a person as homosexual, when we can identify okay, when we can identify, okay, അതും when we can identify എനിക്ക് അറിയത്തില്ല. അത് ആ വ്യക്തി എക്സ്പ്ലിസിറ്റ്ലി ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഓക്കെ, ഇത് ഹോമോസെക്ഷൽ ഗേ എന്നല്ല ഞാൻ പറയുന്നത്. ഞാനൊരാണാണ്, ബൈ നേച്ചർ എനിക്ക് പെണ്ണുങ്ങളോട് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, എനിക്കത് ഇല്ലെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ട്. ഓക്കെ, അപ്പം പെണ്ണുങ്ങൾക്ക് ബൈ നേച്ചർ ആണെങ്കിലും അട്രാക്ഷൻ ഉണ്ട്. അതില്ലെങ്കിൽ എന്താ കുഴപ്പം? അതുകൊണ്ട് ഗെയോ ലെസ്ബിയനോ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതൊരു സ്റ്റാർട്ടിങ് സൈൻ ആയിരിക്കാം. ഓക്കെ, പക്ഷെ ഞാൻ കാര്യം പറഞ്ഞോട്ടെ, ഞാൻ മനസ്സിലാക്കിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ പിള്ളേരുടെ ചൈൽഡ്ഹുഡിൽ നിന്നുള്ള ഇമ്പാക്ട്സ് കാരണമാണ് പലരും ഇങ്ങനെ ആയിത്തീർന്നിരിക്കുന്നത്. ഇതിപ്പം ആണുങ്ങളോടൊരു വെറുപ്പ് തോന്നുക, പെണ്ണിന് ആണുങ്ങളോട് ഇഷ്ടം തോന്നാതിരിക്കുക, അല്ലെ, അത് യൂഷ്വലി ഒരു വീട്ടിൽ നിന്നുള്ള അബ്യൂസ് എക്സ്പീരിയൻസ് ആയിരിക്കാം. അപ്പൊ മോസ്റ്റ്ലി ഇവര് ഒരു അഡോളസന്റിലെത്തുമ്പോൾ ഇവര് തന്നെ പറയും, ഐ ഡോണ്ട് വാണ്ട് ടു മാരി, ഐ ലൈക്ക് ടു ബി വിത്ത്, അങ്ങനെയൊക്കെ പറയുമ്പോഴാണ്. ഷൈനൊരു കറക്റ്റ് ആൻസർ എനിക്ക് അറിയത്തില്ല. ഓക്കെ, പക്ഷെ യൂഷ്വലി ഇവർ എക്സിബിറ്റ് ചെയ്യുന്നത് അഡൽട്ട്ഹുഡിലാണ്. ഒരു 20+ ഒക്കെ കഴിയുമ്പോഴാണ് ഇവർ ആക്ച്വലി എക്സിബിറ്റ് ചെയ്യുന്ന സംഭവം. ഓക്കെ, കുട്ടികൾക്ക് വേണ്ട എന്നാൽ ലൈംഗിക സുഖത്തിന് വേണ്ടി ചെയ്താൽ കുട്ടികൾക്ക് വേണ്ട എന്നാൽ ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് പ്രോപ്പറായ റീസൺ ഇല്ലാതെ നമ്മൾ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ തെറ്റുണ്ട്. ഓക്കെ, അതായത് എനിക്കിപ്പം ഒരു കുട്ടിയാകുന്നതിന് ഒരു കുഴപ്പമില്ല. എനിക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, എനിക്ക് വേറെ കാര്യങ്ങളായ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാ എനിക്ക് കുഞ്ഞ് വേണ്ട, എന്നാ എനിക്ക് സുഖം വേണം. ആ മെന്റാലിറ്റി തെറ്റാണ്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും പ്രോപ്പറായ കാരണം, എനിക്കിപ്പോൾ ഒരു വലിയ സാമ്പത്തിക ക്രൈസിസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, എനിക്കിപ്പോൾ കൊച്ചിനെ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല. ആ സമയത്ത് നമ്മൾ ഒരു മാരിറ്റൽ ഇന്റിമസിക്ക് വേണ്ടി ചെയ്യുന്നതിൽ തെറ്റില്ല. ദാറ്റ്സ് എ പ്രോപ്പർ വേ ഓഫ് NFP. പേഴ്സണൽ ബൗണ്ടറീസ് ആകാം. ഓക്കെ, സെക്ഷുവാലിറ്റിയെ കുറിച്ച് ഇപ്പോഴും കുറെ ഇഗ്നറൻസ് ഉണ്ട്. അതെങ്ങനെ മാറ്റാൻ എന്ത് ചെയ്യും? സെഷൻ ക്ലാസ് അങ്ങനെ. ഓക്കെ, അതിപ്പം എന്താണ് ഇഗ്നറൻസ് എന്നറിയാൻ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇഗ്നറൻസ് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ വി ക്യാൻ ട്രൈ ടു ഹെൽപ്പ്. അപ്പൊ അത് ചിലപ്പം സെഷൻസ് അറ്റൻഡ് ചെയ്യും. അപ്പം യു ക്യാൻ ആസ്ക് മീ, എന്നോട് ഒന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അപ്രോപ്രിയേറ്റുള്ള ആളിലെ ഗൈഡ് ചെയ്യുകയോ വി ക്യാൻ ട്രൈ ടു ഹെൽപ്പ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, പീരീഡ് കഴിഞ്ഞ ഗർഭധാരണത്തിന് ഏറ്റവും യോജിച്ച ദിവസങ്ങൾ ഏതാണ്? ഓക്കെ, ഇതും അതിനൊരു വൺ ആൻസർ. കാരണം പല സ്ത്രീകൾക്കും അവരുടെ ഓവുലേഷൻ ഡിഫറെൻ്റ് ആണ്. ചില സ്ത്രീകൾക്ക് പീരീഡ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓവുലേഷൻ ഉണ്ടാകാം, ചിലർക്ക് കുറെ ലേറ്റ് ആയിരിക്കാം. അത് നമ്മൾ പല മെത്തേഡ്സ് ഉണ്ട്. ബില്ലിങ്സ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ആ ബില്ലിങ്സ് മെത്തേഡ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഓവുലേഷൻ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഓവുലേഷൻ അറിഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴാണ് സേഫ് പീരീഡ് അൺസേഫ് പീരീഡ് മനസ്സിലാക്കുന്നത്. അല്ലാതെ എനിക്ക് യൂഷ്വലി ഒരു പെർഫെക്റ്റ് 28 പീരീഡ് സൈക്കിൾ ആണെങ്കിൽ യൂഷ്വലി 14, 15, 16 ഡേയ്സിലാണ് ഓവുലേഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഒരു പീരീഡ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു 3-4 ഡേയ്സ് ഇസ് സേഫ്. അതിനുശേഷം പീരീഡ് കഴിഞ്ഞിട്ടൊരു 20 ഡേയ്സ് ഈസ് സേഫ്, കഴിയുമ്പോൾ സേഫ് ആണ്.
between ഒരു 8 to 1920s could be pregnant cases. XY females, XY is male, XS males are genetically existing. Yes, XX is female, XY is male. Okay. Okay, a minute. XY is male. Y is male chromosome. Okay. Okay, sorry, medical. XY. Okay. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ? Any other questions? ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോയത്. സമയം പല കാര്യങ്ങളും എനിക്ക് പറയാനും പറ്റിയില്ല. പിന്നെ എന്താണ് സെക്ഷുവാലിറ്റി എന്നുള്ളതൊക്കെ അതിന്റെ തിയോളജി ബോഡി എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ടാകും. എനിക്ക് ടൈഡിങ് ഇറ്റ് ടൈം. ഓക്കെ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ ഇപ്പം ഇപ്പം നമ്മുടെ പാർട്ട്ണറിന് ചേർച്ചിന്റെ ടീച്ചിങ്സ് ഒന്നും അത്രയ്ക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ പറ്റണ്ടേ? അവരത്ര എന്തൊക്കെയാ തെറ്റ്, ഏതൊക്കെയാ ശരിയാ? ഓക്കെ. അതിനു മുമ്പ് ഇതിൽ ചിലപ്പം ഒരു അബ്യൂസ് പാസ്റ്റ് ഉള്ള ആരെങ്കിലൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ അത് ആ ഒരു ബുദ്ധിമുട്ടിലായിരിക്കും ജീവിക്കുന്നത്. എനിക്കറിയാം, ഞാൻ അങ്ങനെ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതിന് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്നിക്സ്, മെത്തഡോളജീസും ഉണ്ട്. അതിനാണ് ഞാൻ ലിവിങ് വാട്ടർ സൺബോണ്ട് എന്നൊക്കെ പറയുന്നത്. ദയവ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദോസ് മെത്തേഡ്സ്. അതായത് ഞങ്ങൾ ഇടുന്നില്ല, വി ക്യാൻ ഗൈഡ് യു ടു ദാറ്റ്. അപ്പം എൻ്റെ ടീമിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഹു ഹാസ് ഗോൺ ത്രൂ ദിസ്. അവർ അത് ഹീലിംഗ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ പ്ലീസ് കോൺടാക്ട് അസ്, വി ക്യാൻ ഹെൽപ്പ് യു. ഓക്കെ. അപ്പൊ ചേച്ചി ചോദിച്ച ചോദ്യം, അത് സോറി ടു സേ, അത് ഭയങ്കര പാടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് നല്ല കമ്മ്യൂണിറ്റി, ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് ഉള്ള ജീവിതം, നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ, അതായത് ചർച്ചിന്റെ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ, ഓക്കെ, അങ്ങനെ ഒരു വേറൊരു ഫാമിലി ആയിട്ട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന്, അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് കിട്ടാം. പിന്നെ ഭർത്താവിനോട് സ്നേഹത്തിൽ വേറെ ആരെയും കൊണ്ടെങ്കിലും സംസാരിപ്പിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ ചെയ്യാം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഞാൻ മനസ്സിലാക്കി, നമുക്ക് ഒരിക്കലും ദേഷ്യപ്പെട്ടോ വഴക്ക് പറഞ്ഞൊന്നും ആരെ മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ. നമുക്ക് അവരെ സ്നേഹിച്ച് ദൈവത്തിന്റെ സ്നേഹം കൊടുത്ത് സഹിച്ച് പ്രാർത്ഥിച്ച്, പ്രാർത്ഥനയിലൂടെ ദൈവം ഇടപെടും എന്ന് നമ്മൾ വിശ്വസിക്കണം. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എനിക്കറിയാം, അതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അത് പലരുടെയും നിന്നും. പക്ഷെ നമുക്കത് അതാണ് എൻ്റെ ഒരു അപ്രോച്ച്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കറക്റ്റ് ഒരു ദിസ് ആൻസർ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് what is the better gap between two kids? 2 years. 2 years ആണ് ഒരു ഐഡിയൽ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 kids. ഓക്കെ. മെഡിക്കൽ സയൻസ് പറയുന്ന ഒരു നോർമൽ പ്രഗ്നൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിന് മിനിമം 6 months റെസ്റ്റ് കൊടുക്കണം ഫോർ അടുത്ത കൺസീവ് ചെയ്യുന്ന മുമ്പ്. അതിനു മുമ്പ് പ്രഗ്നന്റ് ആണെന്ന് ചോദിച്ചാൽ പോയി അബോർഷൻ ചെയ്യില്ല കേട്ടോ. ഒരു റെക്കമെൻഡഡ് കാര്യം പറഞ്ഞതാണ്. പിന്നെ ഒരു സിസേറിയൻ ആണെങ്കിൽ 9 months യൂട്രസിന് അടുത്ത കൺസെപ്ഷന് മുമ്പ് റെസ്റ്റ് കൊടുക്കണം. പക്ഷെ ടെക്നിക്കലി ഒരു 2 year ഗ്യാപ്പാണ് മോറോർലെസ് ഐഡിയൽ നമ്മൾ പറയുന്നത്. പക്ഷെ അതിന് മുമ്പുള്ള ആയിട്ടുള്ള ആൾക്കാർക്ക് എനിക്കറിയാം കേട്ടോ. ഓക്കെ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങള്? ചേട്ടാ, ഞാൻ ഇപ്പം ഒരു 23-24 ഏജ് ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചിന്തിക്കുക, അതായത് നമുക്ക് ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ, നമ്മളൊരു ഗുഡ് പാരന്റ് ആവോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ആ കൊച്ചിനെ ഒരു കൊച്ചുണ്ടായി, ആ കൊച്ചിനെ നമ്മള് റോങ് പാരന്റിങ്ങില് കൊണ്ടുപോയെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു സംഗതിയിലേക്ക് പോകുന്നൊരു പേടി കാരണം ഇവര് പിള്ളേരെ വേണ്ടാന്ന് വെക്കുമ്പം അതൊരു സിന്നല്ലേ? ഞാന് പാരന്റിങ്ങിന്റെ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടല്ല കൊച്ചുണ്ടായത്. ഓക്കെ. ഓക്കെ. അത് ആർക്കും അങ്ങനെയല്ല. ഓക്കെ. അതുണ്ടായിരുന്ന കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഓക്കെ. ഓക്കെ. പിന്നെ നമുക്ക് ഈ ഒരു ഫിയർ വരാൻ കാരണം മോസ്റ്റ്ലി നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അല്ല, നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി സർക്കിൾസ് നിന്ന് കണ്ട ഒരു വൂണ്ടിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത്. ഞാൻ മോളെ കുറ്റപ്പെടുത്തിയല്ല, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ വരുന്നത്. നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിവാഹത്തെ പേടിയാ. കാരണം എന്താണ്? അവര് കണ്ടിരിക്കുന്ന വിവാഹങ്ങൾ അങ്ങനെയാണ്. അവര് കണ്ടിരിക്കുന്ന മൊത്തം അടിയും പിടികളും വാങ്ങണം. എനിക്ക് കല്യാണം വേണ്ടുന്ന ആൾക്കാർ പറയുന്നുണ്ട്. കാരണം അവര് ശരിക്കുള്ള വിവാഹം കണ്ടിട്ടില്ല. അതാണ് പ്രശ്നം. ഓക്കെ.
അപ്പം നമ്മുടെ പേടിയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തന്നെ ജീവിച്ച് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ? ഒരിക്കലും, അൺലസ് ദർ ഇസ് എ മിഷൻ ഫോക്കസ്, ഞാൻ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ ഓൾവേസ് ഇപ്പം ഈ നമ്മളുടെ ഈ ഒരു പ്രായത്തിൽ നല്ല രസമായിരിക്കും, നമുക്ക് യൂത്താണ്, എനർജി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ അങ്ങ് മാറും. ലോൺലിനെസ് അങ്ങ് പിടിക്കും. നമുക്ക് സ്നേഹിക്കാൻ ആരുമില്ല, നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്കെന്ന് പറയാൻ ആരുമില്ല, കുടുംബമില്ല, കുട്ടികളില്ല. നമ്മുടെ ജീവിതം ഭയങ്കര പാടാവും. എളുപ്പം വിചാരിക്കുന്നവരല്ല, നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. ഡിപ്രഷനിലേക്ക് പോയി നമുക്ക് പിന്നെ ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നും. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മൾ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഫിയർ ഉണ്ടെങ്കിൽ ആ ഫിയറിനെ ഓവർകം ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ എനിക്കിതേ വേണ്ടെന്ന് പറയുന്ന അർത്ഥം തന്നെ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് ഓടുകയാണ്. നമ്മുടെ റൂട്ട് ഇഷ്യൂ ഇതുവരെ മാറിയിട്ടില്ല, അപ്പോൾ നമ്മൾ ആ ഇഷ്യൂനെ സോൾവ് ചെയ്യണം. ഓക്കെ, പിന്നെ വേറെ ചോദിച്ചു, നമ്മളൊരു കൊച്ചുണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ആരും പെർഫെക്റ്റ് പേരൻസ് അല്ല, ഞാൻ എപ്പോഴും പെർഫെക്റ്റ് അല്ല, ഐ എം സ്റ്റിൽ ഇംപ്രൂവിങ്. ഓക്കെ, എനിക്ക് എന്തോരം ഇമ്പ്രൂവ് ചെയ്യാണ്ട് ഇനി എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുക. ഓഫ്കോഴ്സ് നമ്മൾ പഠിക്കുകയാണ്, സ്നേഹിക്കുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അതിനാണല്ലോ കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യാനും കൂടി. അപ്പൊ വേറെ റേഞ്ചുകൊണ്ട് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് അതിനെ നമ്മൾ മര്യാദയ്ക്ക് പേരന്റിങ് ചെയ്യുന്നില്ല, യെസ്, ഒരു കാരണമാണ്. വേറെ ചോദ്യമാണ്, ആ കുഞ്ഞിന് ജന്മമേ കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ? ആ കുഞ്ഞിന് വരാനുള്ള ഓപ്പർച്യൂണിറ്റി തന്നെ ഇല്ല. ദാറ്റ് ഇസ് ഈവൻ എ ബിഗർ പ്രോബ്ലം. അപ്പൊ കൊച്ചിന് ജന്മം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതേ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ബെറ്റർ ആകാൻ ശ്രമിക്കണം. ഓക്കെ, എനിക്കൊന്ന് സമയമായെന്ന് തോന്നുന്നല്ലേ ആശിഷ്? യെസ്, സമയമായി. എന്നാലും അർജന്റ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കണം ചോദിക്കാം കേട്ടോ. വളരെ important. ഫ്രീസിംഗ് ടെക്നിക്ക് സിന്നാണോ? ഫ്രീസിംഗ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്പേം അല്ല ഓവം ഫ്രീസിംഗ് ആയിരിക്കും നിങ്ങൾ ചോദിച്ചത് മനസ്സിലാക്കുന്നു. അത് സത്യമായിട്ടും ഉറപ്പായിട്ടും ഒരു സംശയം വേണ്ട തിന്നാണ്. ഓക്കെ, IVF ഫ്രീസിംഗ് നമ്മൾ ചെയ്യുന്നത് IVF-ന് വേണ്ടി ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എടുക്കുകയാണ്, അത് തെറ്റാണ്. ഈവൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സ്പേം ടെസ്റ്റിംഗ് എടുക്കാനായിട്ട് സാധാരണ മാസ്റ്റർബേഷൻ ചെയ്ത് സ്പേം എടുത്ത് കൊടുക്കാൻ പറയും, അതും തെറ്റാണ്. അങ്ങനെയല്ല സ്പേം ടെസ്റ്റിങ്ങിന് കൊടുക്കേണ്ടത്. നമ്മൾ ഒരു ഇന്റർകോഴ്സ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന സ്പേം എടുത്ത് കൊടുക്കുക, അല്ലെ പെർഫറേറ്റഡ് കോണ്ടം, അതായത് ഒരു കോണ്ടം വാങ്ങിച്ചിട്ട് മനഃപൂർവ്വം അതിനകത്ത് തുളകൾ ഇടുക. തുളയിടുന്നതിന്റെ അർത്ഥം എന്താണ്? സ്പേം പാസ്സാവും, ആ കോണ്ടത്തിന്റെ പർപ്പസിനെ ഡിഫീറ്റ് ചെയ്യും. എന്നിട്ട് ആ കോണ്ടം ഉപയോഗിച്ച് സെക്സ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന സ്പേം കളക്ട് ചെയ്ത് ടെസ്റ്റിങ്ങിന് കൊടുക്കണം. അത് അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റിങ്ങിന് കൊടുക്കേണ്ടത്.